നാരായണ 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 നാരായണ. എല്ലാവരും നാമം ചോദിക്കും. നാരായണ 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 നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ശ്രീ ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ശ്രീ ഗോപികാജീവനസ്മരണം. ഗോവിന്ദ ഹരി ഗോവിന്ദ. കോമളം പൂജയൻ വേണു ശ്യാമളോയം കുമാരക, വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ, ഭാസതാം ഹൃദയേ മമ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ധർമ്മസംസ്ഥാപനമാണ് ഭഗവാന്റെ അവതാര ലക്ഷ്യം. ധർമ്മത്തിന് എന്താ പ്രാധാന്യം എന്ന് വെച്ചാൽ 4 പുരുഷാർത്ഥങ്ങളിൽ ആദ്യത്തെ പുരുഷാർത്ഥമാണ് ധർമ്മം, അല്ലേ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇങ്ങനെയാണല്ലോ പറയുക. അപ്പോൾ ധർമ്മമാണ് അതിൻ്റെ അടിസ്ഥാനം. ധർമ്മം ഉണ്ടെങ്കിൽ മറ്റ് പുരുഷാർത്ഥങ്ങൾ നിലനിൽക്കുള്ളൂ. അപ്പോൾ ധർമ്മത്തിനാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ ധർമ്മത്തിനാണ് പ്രാധാന്യം. ആ ധർമ്മത്തിന് എപ്പോഴെങ്കിലും കോട്ടം വന്നാൽ അപ്പോൾ അധർമ്മം തലപൊക്കിയാലോ വ്യവസ്ഥ മുഴുവൻ തെറ്റും. അടിത്തറ ഇളകിക്കഴിഞ്ഞാൽ എല്ലാം തെറ്റില്ലേ, അല്ലേ? അടിത്തറ ധർമ്മമാണ്. അപ്പോൾ ധർമ്മത്തിന് കോട്ടം വന്നാൽ മറ്റ് 3 പുരുഷാർത്ഥങ്ങൾക്കും ദോഷം വരും. അർത്ഥത്തിന് ദോഷം വരും. ഇന്നിപ്പോൾ അതാണ്, അല്ലേ? അർത്ഥം സമ്പാദിക്കുന്നത് ധർമ്മമില്ലാതെ അർത്ഥം സമ്പാദിച്ചാലോ ഇപ്പം എങ്ങനെയല്ലേ? ധർമ്മമില്ലാതെ അർത്ഥം സമ്പാദിക്കുകയാണ്. കാമങ്ങളോ ധർമ്മമില്ലാത്ത കാമങ്ങളാണ്. ധർമ്മത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അർത്ഥവും കാമവും നല്ലതാണ്. ധർമ്മവിരുദ്ധമായിട്ടുള്ള അർത്ഥവും കാമവും ദോഷവുമാണ്. മോക്ഷത്തിലേക്ക് നയിക്കുന്നത് ഈ 3 പുരുഷാർത്ഥങ്ങളാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താ ധർമ്മമാണ്, അല്ലേ? ഒരു കെട്ടിടം പണിയെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ അടിത്തറ ശക്തിയുള്ളൊരു അടിത്തറ വേണ്ടേ? അടിത്തറയ്ക്ക് ശക്തി ഇല്ലെങ്കിലോ കെട്ടിടത്തിന് ബലം ഉണ്ടാവില്ല. അതുപോലെ ധർമ്മത്തിന് കോട്ടം വന്നാൽ മറ്റു 3 പുരുഷാർത്ഥങ്ങൾക്ക് ദോഷം വരും. അതുകൊണ്ടാണ് യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ. അധർമ്മം തലവെക്കുമ്പോൾ ഭഗവാൻ അവതരിച്ച് ധർമ്മസംസ്ഥാപനം ചെയ്യും. കൃഷ്ണാവതാരത്തിൻ്റെ ലക്ഷ്യവും ധർമ്മസംസ്ഥാപനമാണ്. അതുമല്ല, കൃഷ്ണാവതാരത്തിൻ്റെ പ്രത്യേകത ഒരു ധർമ്മത്തിനെയല്ല അനേകം ധർമ്മങ്ങളെ സംസ്ഥാപനം ചെയ്തു. ഇപ്പോൾ കപിലാവതാരത്തിൽ ഭഗവാൻ ഒരു ധർമ്മമേ ഉള്ളൂ, ജ്ഞാനോപദേശായ ഗൃഹീതദേഹം. ജ്ഞാനോപദേശം മാത്രമേ ഉള്ളൂ. മത്സ്യാവതാരത്തിൽ വേദങ്ങളെ വീണ്ടെടുക്കൽ മാത്രമേ ഉള്ളൂ. കൂർമാവതാരത്തിലോ മന്ധരോഗത്തിനെ താങ്ങി നിർത്തലാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ഓരോ അവതാരത്തിൽ ഓരോ ധർമ്മങ്ങളാകുമ്പോൾ കൃഷ്ണാവതാരം സർവ്വധർമ്മങ്ങളെയും പരിപാലിക്കുന്ന അവതാരമാണ്. അതിൽ വ്യക്തിധർമ്മം, സമൂഹധർമ്മം രണ്ടുണ്ട്. വ്യക്തിധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു ഗൃഹസ്ഥൻ ഒരു മനുഷ്യനെ എങ്ങനെ ജീവിക്കണം, അതാണ് വ്യക്തിധർമ്മം. സമൂഹധർമ്മം എന്ന് പറഞ്ഞാലോ സമൂഹത്തിൽ നിലനിൽക്കേണ്ട ധർമ്മം. അപ്പോൾ സമൂഹത്തിൽ ധർമ്മം നിലനിന്നാലേ വ്യക്തിക്ക് ധർമ്മം അനുഷ്ഠിക്കാൻ പറ്റൂ. വ്യക്തി ധർമ്മം അനുഷ്ഠിച്ചാലേ സമൂഹത്തിൽ ധർമ്മം ഉണ്ടാവുള്ളൂ. കാരണം വ്യക്തികൾ ചേർന്നല്ലേ സമൂഹം, അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് അമ്പലം ഉണ്ടെങ്കിൽ അമ്പലത്തിൽ പോകാൻ പറ്റുള്ളൂ, അല്ലേ? അമ്പലത്തിൽ പോയാലേ അമ്പലം നിലനിൽക്കുള്ളൂ. അപ്പോൾ അമ്പലത്തിൽ പോകുക എന്നുള്ളത് വ്യക്തിധർമ്മമാണ്. അമ്പലം നിലനിൽക്കുക എന്നുള്ളതോ സമൂഹധർമ്മമാണ്, അല്ലേ? അപ്പോൾ ഭഗവാൻ കൃഷ്ണാവതാരത്തിൽ ആദ്യം വ്യക്തിധർമ്മം അനുഷ്ഠിച്ച് കാണിച്ചു. അതാണ് ഗൃഹസ്ഥ ജീവിതം നയിച്ച് കാണിച്ചത്. അത് കഴിഞ്ഞ് മഹാഭാരത യുദ്ധത്തിൽ
ധർമ്മസംസ്ഥാപനം ചെയ്തെങ്ങനെ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമ പാണ്ഡവശൈവ. അവിടെ ആ യുദ്ധഭൂമിയിൽ വെച്ചിട്ട് ഭഗവാൻ സമൂഹധർമ്മത്തിനെ നിലനിർത്തി. അതാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ മുദ്രാവാക്യം തന്നെ, ഏതോ ധർമ്മസ്തതോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ടാവും അല്ലേ? അങ്ങനെ ഭഗവാൻ മഹാഭാരത യുദ്ധം കഴിഞ്ഞതോടുകൂടി ധർമ്മസംസ്ഥാപനത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടവും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങാൻ ഭാവിക്കുമ്പോഴാണ് കുന്തിദേവി വന്ന് ഭഗവാനെ സ്തുതിച്ചു, ഉത്തരാദേവി സ്തുതിച്ചു, ഉത്തരാഗർഭത്തിലെ കുട്ടിയെ രക്ഷിച്ചു. കുന്തിസ്തുതിയൊക്കെ കഴിഞ്ഞ് ഭഗവാൻ തിരിച്ചു വരാൻ ഭാവിക്കുമ്പോഴാണ് ധർമ്മപുത്ര മഹാരാജാവിനെ ചെന്ന് കണ്ടു. ധർമ്മപുത്ര മഹാരാജാവാണല്ലോ ധർമ്മത്തിൻ്റെ പ്രത്യേകമായിട്ട് യുദ്ധം നയിച്ച ആൾ. ശരിക്കും യുദ്ധം കഴിഞ്ഞാൽ ധർമ്മപുത്രൻ സന്തോഷിക്കേണ്ടതാണ് അല്ലേ? നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചു കിട്ടി, എല്ലാം ശരിയായി എന്നുള്ളത് ധാരണയാണ്. പക്ഷേ അപ്പോൾ ധർമ്മപുത്ര മഹാരാജാവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസാദം വരുന്നില്ല, ഒരു കൃതാർത്ഥതയില്ല. എന്താ കൃതാർത്ഥ ഇല്ലാതാവാൻ കാരണം? ഇത് ഭീതപ്രജാദ്രോഹാൽ അദ്ദേഹത്തിന് ഭയം തോന്നിയെന്ന്. കാരണം ഞാൻ ഈ മഹാഭാരത യുദ്ധത്തിന് കാരണക്കാരനായില്ലേ, ഞാൻ കാരണമാണ് യുദ്ധം ഉണ്ടായത്. ആ യുദ്ധം കൊണ്ട് എനിക്ക് നേട്ടമുണ്ടായി, പക്ഷേ ജനങ്ങൾക്കോ ദുഃഖമുണ്ടായി. പ്രജാദ്രോഹാൽ. ഇപ്പം എന്താ അർത്ഥം? ഒരു ഭരണാധികാരി ഏറ്റവും ഭയപ്പെടുന്നത് എന്താണെന്നറിയോ? ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവരുത്. അവനൊരു സുഖമില്ലെങ്കിലും വേണ്ടില്ല, ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യാതിരുന്നാൽ അത് തന്നെ ഒരു നല്ല ഭരണമാണ്. ഇപ്പം അങ്ങനെയാണോ അല്ലേ? എനിക്ക് സുഖം ഉണ്ടാവണം, ജനങ്ങളെവിടെ പോയാലും കുഴപ്പമില്ല. പ്രജാദ്രോഹമാണ് രാജാവിൻ്റെ ഏറ്റവും വലിയ ദോഷം. അപ്പോൾ ഇത് ഭീതപ്രജാദ്രോഹാൽ. അപ്പോഴോ സർവധർമ്മവിൽസ്യ തതോ വിനശനം പ്രാകാൽ യത്ത ദേവവൃതോപതാൽ. അവിടെ കുരുക്ഷേത്ര ഭൂമിയിൽ ദേവവൃതൻ എന്ന് പറഞ്ഞാൽ ഭീഷ്മപിതാമഹൻ ശരശയിൽ കിടക്കുകയാണ്. അപ്പോൾ ഭഗവാന് ഉപദേശിക്കാൻ കഴിയില്ലാഞ്ഞിട്ടാണോ? എന്നാൽ ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ച ഭഗവാന് ധർമ്മപുത്രന് ഉപദേശിച്ചൂടെ? അപ്പോൾ ധർമ്മപുത്രന് എന്തെല്ലാം പറഞ്ഞാലും സമാധാനമില്ല. അദ്ദേഹം പറയണു, എന്ത് യജ്ഞം ചെയ്താലും എന്ത് കർമ്മം ചെയ്താലും ഈ പാപത്തിന് പരിഹാരമാവില്ല. എന്താ? മദ്യം നിറച്ചൊരു പാത്രം മദ്യത്തിൽ കഴുകിയാൽ ശുദ്ധാവുമോ? മദ്യം എടുത്ത പാത്രം മദ്യത്തിൽ കഴുകിയാലോ? അതേപോലെ ഹിംസയ്ക്ക് പരിഹാരമായിട്ട് യാഗം ചെയ്താൽ പരിഹാരമാവുമോ? കാരണം യാഗത്തിന് ഹിംസയുണ്ടല്ലോ. ഇപ്പം എന്ത് പറഞ്ഞാലും ധർമ്മപുത്രന് സമാധാനമില്ല, മനസ്സമാധാനമില്ല. അപ്പോൾ ഭഗവാന് വേണമെങ്കിൽ ഉപദേശിക്കാമായിരുന്നു. പണ്ട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് അർജുനനെ ഉപദേശിച്ച ഭഗവാന് ധർമ്മപുത്രന് ഉപദേശിക്കാൻ കഴിഞ്ഞിട്ടാണോ? അതല്ല, തൻ്റെ ഭക്തൻ്റെ മഹത്വം കാണിച്ചു കൊടുക്കണം. ഭക്തനായിട്ടുള്ള ഭീഷ്മപിതാമഹൻ അവിടെ ശരശയിൽ കിടക്കുകയാണ്. യുദ്ധത്തിൻ്റെ 10ാമത്തെ ദിവസം തൻ്റെ പ്രിയ ശിഷ്യനായിട്ടുള്ള അർജുനൻ തയ്യാറാക്കി കൊടുത്ത ശരശയിലാണ് ഭീഷ്മരുടെ കിടപ്പ്. അപ്പോൾ ഭീഷ്മരുടെ മുമ്പിൽ ചെന്ന് ഭീഷ്മരെ കൊണ്ട് പറയിപ്പിക്കണം. ഇതാണ് ഭഗവാന്റെ തന്ത്രം. എന്താണെന്ന് വെച്ചാൽ ഭക്താനാം മാനവർദ്ധന അല്ലേ? എന്നേക്കാളും യോഗ്യനാണ് എൻ്റെ ഭക്തൻ ആളുകളെ കാണിച്ചു കൊടുക്കണ്ടേ? അതുപോലെ ഭീഷ്മരുടെ അറിവ് മുഴുവൻ പകർന്നു കൊടുക്കണ്ടേ? അങ്ങനെ ഭീഷ്മരുടെ സമീപത്തേക്ക് ഭഗവാനും ധർമ്മപുത്ര മഹാരാജാവും പാണ്ഡവരും എല്ലാവരും കൂടി ഭീഷ്മരുടെ സമീപത്തേക്ക് എല്ലാം. ഭീഷ്മരാണെങ്കിലോ 58 ദിവസമായി ശരശയിൽ, 1-2 58 ദിവസം, 2 മാസം ശരീരം മുഴുവൻ കൂർത്ത ശരങ്ങൾ തറച്ച് കൈകാലുകൾ അനക്കാൻ നിവൃത്തിയില്ലാതെ ആ വെയിലത്തങ്ങനെ ഭീഷ്മർ കിടക്കുകയാണ്. കൗരവവംശത്തിൻ്റെ നെടുന്തൂണായിരുന്നു ഭീഷ്മർ. ഭാഗവത്തിൻ്റെ ആദ്യത്തെ സ്കന്ധത്തിലെ 2 സ്തുതികളാണല്ലോ, ഒന്ന് കുന്തിസ്തുതി, മറ്റൊന്ന് ഭീഷ്മസ്തുതി. ഭാഗവതത്തിലെ ആദ്യത്തെ സ്തുതിയാണ് കുന്തിസ്തുതി, അവസാനത്തെ സ്തുതിയാണ് മാർക്കണ്ഡേയൻ്റെ സ്തുതി. ഇങ്ങനെ 2 സ്തുതികളാണ്. അപ്പോൾ ആ വംശത്തിൻ്റെ ഒരു മുത്തശ്ശനും ഒരു മുത്തശ്ശിയും. മുത്തശ്ശിയാണ് കുന്തി, മുത്തശ്ശനാണ് ഭീഷ്മർ. മുത്തശ്ശിയുടെ സ്തുതി ആദ്യം പറഞ്ഞു, നീ മുത്തശ്ശൻ്റെ സ്തുതി പറയാൻ പാടില്ല. അപ്പോൾ ഭീഷ്മപിതാമഹൻ ആ ശരശയിൽ കിടക്കുന്ന ആ രംഗത്തേക്കാണ് ഭഗവാൻ വിപ്രക്ഷേ രഥേന സധനഞ്ജയ. അവിടെ എല്ലാ പാണ്ഡവന്മാരെയും കൂട്ടിക്കൊണ്ട് ഭഗവാൻ ഭീഷ്മരുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. ഭീഷ്മരെ കാണുമ്പോൾ എങ്ങനെ കാണാം? ഭീഷ്മരുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ പുസ്തകം എടുത്തുകൊള്ളണമെങ്കിൽ 9ാമത്തെ അധ്യായം, 1-ാമത്തെ സ്കന്ധം 9ാമത്തെ അധ്യായം. പുസ്തകം നോക്കിയാൽ മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. 1-ാമത്തെ സ്കന്ധം 9ാമത്തെ അധ്യായം. ഭീഷ്മരെ കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ദൃഷ്ട്വാ നിപതിതം ഭൂമോ ദിവശ്ച്യുതമിവാമരം. ഒരു ദേവൻ കിടക്കുന്ന പോലെയാണ്. ദേവൻ തന്നെയാണല്ലോ അല്ലേ? ഭീഷ്മരെ കിടപ്പ് കണ്ടാൽ ദിവശ്ച്യുതമിവാമരം, ആകാശത്ത് നിന്ന് ഒരു ദേവൻ വീണ് കിടക്കുന്ന പോലെയെന്ന്. ആ തേജസ് പ്രണയമോ പാണ്ഡവാഭീഷ്മം സാനുക സഹചക്രണ. കണ്ട പുസ്തകം കണ്ടോ? 9ാമത്തെ അധ്യായം. എല്ലാവരും നമസ്കരിച്ചു. ആരൊക്കെ? ദൃഷ്ട്വാ നിപതിതം ഭൂമോ
ദിവച്യുതവിവാവരം പ്രണയമു പാണ്ഡവാ ഭീഷ്മം. പാണ്ഡവരൊക്കെ നമസ്കരിച്ച് പോരാ. ശാനുക സഹ വേറൊരാൾ സഹ ചക്രിണ. ഭഗവാൻ നമസ്കരിച്ചു അത്രേ. ആലോചിച്ച് നോക്കുക, ഭഗവാൻ നമസ്കരിക്കണമെങ്കിൽ ഭീഷ്മർക്ക് അത്ര യോഗ്യത ഉണ്ടാവണം അല്ലേ? ഭഗവാൻ പോലും നമസ്കരിച്ചു വന്ന ശാനുക സഹ ചക്രിണ. അപ്പോൾ അനേകം ആളുകളവിടെ വന്നു. തത്ര ബ്രഹ്മർഷയ സർവേ ദേവർഷയശ്ച സത്തമ. ബ്രഹ്മർഷികൾ വന്നു, ദേവർഷികൾ വന്നു, രാജർഷികൾ വന്നു. അതുപോലെ പർവ്വതൻ, നാരദൻ, സൗമ്യൻ, ബാതിരായണൻ തുടങ്ങിയുള്ള മഹർഷീശ്വരന്മാർ വന്നു. കാരണം അവർക്കറിയാം അവിടെ നടക്കാൻ പോണത് വലിയൊരു സംഭാഷണമാണ്. കാരണം പറയുന്ന ആൾ ഭീഷ്മരും പറയിപ്പിക്കുന്ന ആൾ ഭഗവാനും അല്ലേ? ശ്രോതാവായിട്ട് ധർമ്മപുത്രനും. വക്താരം പൃച്ഛകം ശ്രോതും. വക്താവ് ഭീഷ്മർ, പൃച്ഛകൻ ഭഗവാൻ, ശ്രോതാവ് ധർമ്മപുത്രൻ അല്ലേ? ആ രംഗനി എവിടെ ഉണ്ടാവും? ഇതുപോലൊരു കാഴ്ച വേറെ കിട്ടില്ലല്ലോ. മഹർഷിമാരൊക്കെ വന്നു. മഹർഷിമാരുടെ പേരുകളൊക്കെ കാണാം. വസിഷ്ഠ, ഇന്ദ്രപ്രമദ മഹർഷിമാരുടെ പേരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മഹർഷിമാരുടെ പേരുകൾ പറഞ്ഞാൽ തന്നെ പുണ്യമുണ്ടെന്നാണ്. മഹാപുരുഷന്മാരുടെ പേര് പറഞ്ഞാൽ അതിനൊരു പുണ്യമുണ്ട്. ദർശനാദേവ സാധവ. സജ്ജനങ്ങളെ കണ്ടാൽ പുണ്യമുണ്ട്. അതുപോലെ സജ്ജനങ്ങളുടെ പേര് പറഞ്ഞാലും പുണ്യമുണ്ട്. ഭാഗവത്തിൽ പഞ്ചമസ്കന്ധത്തിൽ ഭാരതത്തിലെ നദികളുടെ പേരൊക്കെ പറയും. ഈ നദികളുടെ പേര് കേട്ടാൽ തന്നെ പുണ്യമാണെന്നാണ്. പർവ്വതങ്ങളുടെ പേര്, നദികളുടെ പേരൊക്കെ കേട്ടാൽ പുണ്യമുണ്ട്. അതുപോലെ മഹാപുരുഷന്മാരുടെ പേര് കേട്ടാൽ തന്നെ പുണ്യമുണ്ട്. മഹർഷിമാരുടെ പേരുകളൊക്കെ പറയുകയാണ്. വസിഷ്ഠ, ഇന്ദ്രപ്രമദ പോരാ, എത്ര പറഞ്ഞാലും തീരില്ല. അതുകൊണ്ട് അന്യ യജമുനയാ, എത്രയാന്ന് കണക്കില്ല എന്നർത്ഥം. അനേകം മഹർഷിമാരോടെ വന്നുകൂടി. ഭഗവാനുണ്ട്. അതുപോലെ തന്നെ മഹാഭാഗന്മാരുടെ ആളുകളുണ്ട്. അവരൊക്കെ കണ്ടപ്പോൾ ഭീഷ്മർക്ക് അവരെ നമസ്കരിക്കണമെന്നുണ്ട്. കാരണം ഭീഷ്മരാരാ? ധർമ്മജ്ഞ, ധർമ്മം അറിയുന്ന ആളാണ് ഭീഷ്മർ. മഹാന്മാരെ കണ്ടാൽ നമസ്കരിക്കണമെന്ന് അറിയാത്ത ആളല്ല. പക്ഷേ ഭീഷ്മർക്ക് നമസ്കരിക്കാൻ പറ്റുമോ? എന്താ, കൈകാലുകളൊക്കെ ശരശയിൽ കിടന്ന് തളർന്നു കിടക്കുന്ന ആൾ എങ്ങനെ നമസ്കരിക്കും? അപ്പോൾ എന്ത് ചെയ്തു? ദേശകാല വിഭാഗത്തിൽ ദേശകാലങ്ങൾ അറിയുന്ന ആൾ നമസ്കരിച്ചു എന്ന്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ മഹാപുരുഷന്മാരെ നമസ്കരിക്കണം. അതെങ്ങനെ? എല്ലായ്പ്പോഴും എല്ലാവരെയും എല്ലാ വിധത്തിലും നമസ്കരിക്കേണ്ട ആവശ്യമില്ല. സന്ദർഭം അനുസരിച്ച് നമസ്കരിക്കണം. ഇപ്പോൾ ഗുരുവിനെ കണ്ടാൽ വീണ് നമസ്കരിക്കണമെന്നാണ് ശാസ്ത്രം. പ്രത്യക്ഷയെ ഗുരുവസ്തുത. ഗുരുക്കന്മാരെ വീണ് നമസ്കരിക്കണം. റോഡിൽ വെച്ച് ഗുരുവിനെ കാണുമ്പോൾ വഴിയിലൂടെ നമസ്കരിച്ചാലോ കേമാവും അല്ലേ? അവിടെ അതേ പറ്റുള്ളൂ. അപ്പോൾ കൈകൊണ്ട് നമസ്കരിച്ചാൽ മതി. അതാണ് ദേശകാല വിഭാഗം. ദേശകാലം അനുസരിച്ച് നമസ്കരിക്കാവും. ഒരാൾ ശുദ്ധമായിട്ട് തൊഴാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോകുമ്പോൾ വേഗം ഒരു നമസ്കാരം കാലുമ്പോൾ കയറി വിടുത്തോ കേമായില്ലേ? അത് പാടില്ല. ദേശകാല വിഭാഗം, ദേശകാലങ്ങളനുസരിച്ച് നമസ്കരിക്കാവും. ഇപ്പോൾ ഭീഷ്മർക്ക് ഇപ്പോൾ എങ്ങനെയാണ് നമസ്കരിക്കാൻ പറ്റുക? മനസ്സുകൊണ്ട് നമസ്കരിക്കാം, വാക്കുകൊണ്ട് നമസ്കരിക്കാം. ആചാര്യസ്ഥാനങ്ങൾ വ്യാഖ്യാനത്തിൽ മനസ്സാ വാച എന്ന് പറയുന്നുണ്ട്. മനസ്സുകൊണ്ട് നമസ്കരിച്ചു, വാക്കുകൊണ്ട് നമസ്കരിച്ചു. ദേശകാല വിഭാഗത്തിൽ ഭീഷ്മർ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും നമസ്കരിച്ചു. അപ്പോൾ നോക്കുമ്പോണ്ട് കൃഷ്ണൻ ഭഗവാനെ കണ്ടു. ഭഗവാനെ നമസ്കരിച്ചാൽ പോരല്ലോ, ഭഗവാനെ പൂജിക്കണ്ടേ? എങ്ങനെയാണ് ഭഗവാനെ പൂജിക്കുക? ഹൃദയസ്ഥം പൂജയാ മാസ. മാനസപൂജ ചെയ്തു അത്രേ. ഈ പൂജകളിലും ജപത്തിലുമൊക്കെ മാനസപൂജ, മാനസജപം, അതിനാണ് പ്രാധാന്യം. എന്നുവെച്ചാൽ മനസ്സുകൊണ്ട് പൂജിക്കുമ്പോൾ ലുബ്ധുണ്ട്, ലോഭം കാണിക്കില്ല. പൂജ കഴിക്കുമ്പോൾ പൂജാസാധനങ്ങൾക്ക് പിശുക്ക് കാണിക്കില്ല. മനസ്സുകൊണ്ട് പൂജിക്കുമ്പോൾ വല്ല പിശുക്കും വേണം. രത്നൈകൽപിതമാസനം ഹിമജലേ സ്നാനം ജദിവ്യാംബരം നാനാരത്നവിഭൂഷിതം മൃഗമതാമോദാന്വിതം ചന്ദനം ജാതി ചമ്പക ബില്ലപത്രഹൃദയ പുഷ്പം ച ധൂപം തഥാ ദീപം ദേവതയാ നിധേ പശുപതേ കൽപ്പിതം ഗൃഹ്യതാം. എങ്ങനെയാണെങ്കിൽ പൂജിക്കാമല്ലോ. രത്നൈകൽപിതമാസനം, രത്നം കൊണ്ട് സിംഹാസനം ഉണ്ടാക്കി ഹിമജലം കൊണ്ട് ഗംഗാജലം കൊണ്ട് അഭിഷേകം ചെയ്ത് സാധാരണ അതൊക്കെ പറ്റുമോ? മനസ്സുകൊണ്ട് പറ്റും. ഇപ്പം മാനസപൂജ ചെയ്തു അത്രേ. ഹൃദയസ്ഥം പൂജയാമാസ മായോപാത്തവിഗ്രഹം പാണ്ഡുപുത്രാനുപാസീനൻ പ്രശ്രയ പ്രേമസംഗതൻ. നോക്കുമ്പോൾ പാണ്ഡവന്മാരുണ്ട്. അവരോ പ്രശ്രയ പ്രേമസംഗതൻ അഭ്യാജഷ്ട അനുരാഗാസയി അന്ധീഭൂതേന ചക്ഷുഷ. ഭീഷ്മരുടെ കണ്ണ് നിറഞ്ഞു. ഈ പാണ്ഡവന്മാർ എത്രയോ ത്യാഗം സഹിച്ചു. രാജ്യം നഷ്ടപ്പെട്ട് കുന്തിദേവിയുടെ സംരക്ഷണത്തിൽ ആ കാലത്ത് കൗരവന്മാർ എന്തെല്ലാം ദ്രോഹം ചെയ്തു. ആ ദ്രോഹത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് മഹാഭാരത യുദ്ധം ജയിച്ച് രാജ്യാവകാശം തിരിച്ചു കിട്ടിയില്ലേ? അപ്പോൾ അവരോടുള്ള വാത്സല്യം കൊണ്ട് ഭീഷ്മരുടെ കണ്ണുനീര് നിറഞ്ഞു, പാണ്ഡവരുടെയും കണ്ണ് നിറഞ്ഞു. കാരണം ഈ ഭീഷ്മപിതാമഹൻ തങ്ങളുടെ മുഴുവൻ ഒരു മുതുമുത്തശ്ശനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ അവരെയും കണ്ണ് നിറയാണ്. അപ്പോൾ നോക്കുമ്പോൾ പാണ്ഡുപുത്രാനുപാസീനൻ
പ്രശ്രയ പ്രേമസംഗതാൻ പ്രേമപൂർവ്വം തന്നെ സമീപിക്കുന്ന പാണ്ഡവന്മാരെ കണ്ടപ്പോൾ ഭീഷ്മരെ കണ്ണ് നിറഞ്ഞു. ഒരു മുതുമുത്തശ്ശനാണല്ലോ. കുട്ടികൾക്ക് സങ്കടം വരുമ്പോഴും നമുക്ക് സങ്കടം തോന്നും, സന്തോഷം വരുമ്പോഴും കണ്ണ് നിറയും അല്ലേ? കുട്ടികൾ നന്മ വരുമ്പോഴും ഒരു കുട്ടി ഏതെങ്കിലും ഒരു നല്ല നിലയിലെത്തിക്കഴിഞ്ഞാൽ ഒരു സമ്മാനം മേടിച്ച് തിരിച്ചു വരുമ്പോൾ അച്ഛനന്മാരെ കണ്ണ് നിറയാറില്ലേ? എന്തുകൊണ്ടാണ്? സങ്കടം കൊണ്ടോ സന്തോഷം കൊണ്ടോ? സന്തോഷം കൊണ്ട് കണ്ണ് അറിയും. അപ്പോൾ ഭീഷ്മർക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞതാണോ സങ്കടം കൊണ്ടാണ് അറിഞ്ഞൂടാ. ഭീഷ്മരുടെ കണ്ണ് നിറഞ്ഞു. പാണ്ഡുപുത്രാനുപാസീനാൻ. അപ്പോൾ നോക്കുമ്പോൾ പാണ്ഡവന്മാരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ധർമ്മപുത്ര മഹാരാജാവിന് മാത്രം സന്തോഷമില്ല. എന്താ കാരണം മനസ്സിലായില്ല? അഹോ കഷ്ടം, കഷ്ടം പറയാണ്. എന്താ? അഹോ കഷ്ടം അഹോ ന്യായം യദ്യൂയം ധർമ്മനന്ദന. ഈ ധർമ്മപുത്രർക്ക് സങ്കടം വരാൻ വഴിയില്ല. കാരണം അവരാരാ? ജീവിതം നാർഹതകൃഷ്ണം വിപ്രധർമാച്യുതാശ്രയ. ഇതാണ് നമുക്കുള്ളൊരു സന്ദേശം. ജീവിതത്തിൽ ക്ലിഷ്ടം എന്ന് വെച്ചാൽ ദുഃഖം, കഷ്ടപ്പാട്. കഷ്ടപ്പാട് വരാതിരിക്കാൻ എന്താ മാർഗം? വിപ്രധർമാച്യുതാശ്രയ. വിപ്രധർമ്മം എന്ന് വെച്ചാൽ ജ്ഞാനമാർഗം, അച്യുതം എന്ന് വെച്ചാൽ ഭക്തി. ജ്ഞാനവും ഭക്തിയും കൊണ്ടല്ലാതെ ജീവിതത്തിൽ ദുഃഖം തീരില്ല. കർമ്മം കൊണ്ട് ഒരിക്കലും ദുഃഖം തീരില്ല. ഇതല്ലിപ്പോൾ തെളിഞ്ഞത് അല്ലേ? ധർമ്മപുത്രൻ എത്രയോ കർമ്മം ചെയ്തു, യാഗം ചെയ്തു, കർമ്മങ്ങൾ ഒരുപാട് ചെയ്തു. പക്ഷേ മനസ്സമാധാനം കിട്ടിയോ? അപ്പോൾ മനസ്സമാധാനം കിട്ടണമെങ്കിൽ എന്ത് വേണം? കർമ്മം കൊണ്ട് ഒരിക്കലും മനസ്സമാധാനം കിട്ടില്ല. കർമ്മണാ ബദ്ധ്യതേ ജന്തു. കർമ്മം കൊണ്ട് ബന്ധങ്ങളേ ഉണ്ടാവുള്ളൂ. മനസ്സിന് ശാന്തിയും സമാധാനം ഉണ്ടാകണമെങ്കിൽ രണ്ട് മാർഗ്ഗമുള്ളൂ. ഒന്ന് ജ്ഞാനം, മറ്റൊന്ന് ഭക്തി. ഇപ്പോൾ ഇവിടെ വിപ്രധർമ്മം എന്ന് പറഞ്ഞാൽ ജ്ഞാനാണ്, അച്യുതൻ വെച്ചാൽ ഭക്തിയാണ്. ഭക്തി കൊണ്ട് ജ്ഞാനം കൊണ്ട് മനസ്സമാധാനം കിട്ടും. ഇത് കാണിക്കാനാവും അങ്ങനെ പറഞ്ഞത്. ഏതായാലും വിപ്രധർമാച്യുതാശ്രയ സംസ്ഥിതേതിരതേ പാണ്ഡോ പ്രധാ ബാലപ്രജാവധു. പാണ്ഡു മരിച്ചപ്പോൾ കുട്ടികളായിട്ടുള്ള നിങ്ങളെയൊക്കെ ആ കുന്തിദേവി എത്ര കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. പാണ്ഡു മരിച്ചപ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവ് പാണ്ഡവരെയും കുന്തിദേവിയെയും തൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചു. അപ്പോൾ എന്താ കുഴപ്പമെന്നറിയാമോ? ശത്രുവിൻ്റെ പാളയത്തിലാണ് താമസം അല്ലേ? സംരക്ഷണത്തിൽ എന്നുള്ള പേരിൽ ശത്രുവിൻ്റെ പാളയത്തിലാണ് താമസം. ഇപ്പോൾ ഏത് ഭാഗത്തുനിന്ന് ആപത്ത് വരാമെന്നറിയില്ല. അങ്ങനെ കുന്തിദേവി എങ്ങനെ ഒരു ഉദാഹരണം പറയും? ഒരു പക്ഷി അതിൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ ഇടയിൽ വളർത്തുന്ന പോലെ വളർത്തിയെന്നാണ്. ചില പക്ഷികൾ അങ്ങനെ ഉണ്ടല്ലേ, കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ ഇടയിൽ. അതേപോലെ കുന്തി വളരെ ശ്രദ്ധിച്ചാണ് വളർത്തിയത്. പക്ഷേ യുഷ്മൽകൃതേ ബഹൂൻ ക്ലേശാൻ പ്രാപ്ത തോകപതി മുഹു. കുട്ടികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ക്ലേശം സഹിച്ചു കുന്തിദേവി. അവിടെ പ്രത്യേകത, പാണ്ഡു മരിച്ചപ്പോൾ കുന്തി സതീധർമ്മം അനുഷ്ഠിക്കേണ്ടതല്ലേ? സാധാരണഗതിയിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പതിവ്രതയായിട്ടുള്ള പത്നി സതീധർമ്മം അനുഷ്ഠിക്കേണ്ടതാണ്. സാധാരണഗതിയിൽ ഭർത്താവ് മരിച്ചാൽ പത്നിയായിട്ടുള്ള കുന്തിദേവി സതീധർമ്മം അനുഷ്ഠിച്ച് ചതയിൽ ചാടേണ്ടതാണ് അല്ലേ? എന്തുകൊണ്ട് ചാടിയില്ല? നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ തൻ്റെ കുട്ടികൾക്ക് വേണ്ടി ധർമ്മം പോലും മാറ്റിവെച്ചല്ലേ കുന്തിദേവി. ആ കുന്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കണ്ണ് നിറയും ഭീഷ്മർക്ക്. പിന്നെ ഭീഷ്മർ നോക്കുമ്പോൾ എന്താ ഇങ്ങനെ വരാൻ കാരണം? അതിന് ന്യായം എന്താ വെച്ചാൽ ഇവർ ഭഗവാനെ ആശ്രയിച്ചവരല്ലേ, ധർമ്മം ചെയ്തവരല്ലേ അല്ലേ? പാണ്ഡവന്മാർ ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിന്നവരാണ്. കൗരവന്മാർ അധർമ്മികളാണ്, അവർക്ക് ദുഃഖം വരും, സമാധാനമുണ്ട്. പക്ഷെ പാണ്ഡവന്മാർക്ക് ദുഃഖം വരാമോ? അതുമാത്രമല്ല, അവർ രക്ഷകനായിട്ട് ആരാ കൂടെയുള്ളത്? ആരാ? അച്യുതനാണ്. ഭഗവാൻ കൂടെയുണ്ട്. ഭഗവാൻ കൂടെയുള്ളപ്പോൾ ദുഃഖം വരാമോ? ഇതാണ് ലോകത്തിൻ്റെ പ്രത്യേകത. നമ്മൾക്ക് തോന്നും ഇപ്പോൾ ധർമ്മം ചെയ്താൽ സുഖം ഉണ്ടാകുന്നൊരു തോന്നൽ വരും, ധർമ്മം ചെയ്താലും ചിലപ്പോൾ ദുഃഖം വരും. ശ്രീരാമേന്ദ്ര സ്വാമി ധർമ്മം അനുഷ്ഠിച്ച ആളല്ലേ? സീത ധർമ്മം അനുഷ്ഠിച്ച ആളല്ലേ? രാമനും സീതയ്ക്കും ദുഃഖം വന്നില്ലേ? ധർമ്മം ചെയ്തുകൊണ്ട് ദുഃഖം വരില്ല എന്നൊന്നുമില്ല, ധർമ്മം ചെയ്താലും ദുഃഖം വരും. ഇപ്പം എന്താ കാരണം ആലോചിക്കുമ്പോൾ ഭീഷ്മർക്ക് ഒരു പിടി കിട്ടിയില്ല. ഭീഷ്മർ പറഞ്ഞു സർവം കാലകൃതം മന്യേ. ഒറ്റ വാക്കേ ഉള്ളൂ. നമ്മൾ പറയാറില്ലേ കാലക്കേട് അല്ലേ? എന്നൊക്കെ എന്ത് പറഞ്ഞാലും സമാധാനിപ്പിക്കാണ്ട് വാക്കേ ഉള്ളൂ. കഷ്ടകാലല്ലേ? അതൊന്ന് തിരുത്തിയാലോ? സർവം കൃഷ്ണകൃതം മന്യേ എന്നാക്കിയാലോ? അപ്പോൾ ശരിയാവും അല്ലേ?
സർവം കാലകൃതം എന്നുള്ളത് സർവം കൃഷ്ണകൃതം മന്യേ. ഇത് മുഴുവൻ ഭഗവാന്റെ സങ്കല്പമാണെന്നർത്ഥം. ആര് ദുഃഖം അനുഭവിക്കണം, ആര് സുഖം അനുഭവിക്കണം എന്നൊക്കെ ആരാ തീരുമാനിക്കുക? ഭഗവാനാ തീരുമാനിക്കുക. ഇത് അജാമിളൻ്റെ കഥയിൽ പറയും, എന്താണ് ധർമ്മം എന്ന് ചോദിച്ചാൽ ഭഗവാൻ നിശ്ചയിക്കണമാണ് ധർമ്മം. അപ്പോൾ നമ്മൾ ധർമ്മമാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അധർമ്മമായിരിക്കാം, നമുക്കറിയില്ലല്ലോ. അപ്പോൾ ധർമ്മത്തിൻ്റെ ഫലം അല്ലെങ്കിൽ ധർമ്മം അധർമ്മമൊക്കെ നിശ്ചയിക്കുന്ന ഭഗവാനല്ലേ. അപ്പോൾ സർവം കാലകൃതം മന്യേ. മന്യേ വെച്ചാൽ ഞാൻ വിചാരിക്കുന്നതർത്ഥം. കാലത്തിൻ്റെ കളിയാണെന്ന്, അല്ലെങ്കിലോ കൃഷ്ണകൃതം മന്യേ, കൃഷ്ണൻ്റെ സങ്കല്പമാണെന്ന് വിചാരിക്കുന്നു. സർവം കാലകൃതം മന്യേ ഭവതാ യദപ്രിയം സപാലോ യദശോലോക. ഇത് മുഴുവൻ ആരാ നിയന്ത്രിക്കുക? വായോ അരിവഘനാവലി. എങ്ങനെയാണോ മഴക്കാരനെ കാറ്റ് നയിക്കുക. രസം എന്താണെന്നറിയോ? മഴക്കാരന് ഇന്ന സ്ഥലത്ത് പോകണമെന്ന് മഴക്കാർ വിചാരിച്ചാൽ പോകാൻ പറ്റുമോ? അപ്പോൾ മഴക്കാരന് ഇന്ന സ്ഥലത്ത് പോകണം എന്ന് വിചാരിച്ചാൽ മഴക്കാരന് പോകാൻ പറ്റില്ല. ആര് കൊണ്ടുപോകണം? കാറ്റ് കൊണ്ടുപോകണം. എന്ന പോലെ നമ്മളെവിടെ എത്തണമെന്ന് ആരാ തീരുമാനിക്കുക? ഈശ്വരനാ തീരുമാനിക്കുക. നമ്മൾ എന്ത് വിചാരിച്ചാലും ഈശ്വരൻ്റെ സങ്കല്പമേ നടക്കുള്ളൂ. ശരിയല്ലേ? ആലോചിച്ച് നോക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആലോചിച്ചാൽ മതി. നമ്മൾ എന്തെല്ലാം സങ്കല്പിച്ച് എന്തെല്ലാം ചെയ്തിട്ടുണ്ടാവും. പലതും പാഴായി പോയിട്ടില്ലേ? ഇല്ലേ? വിചാരിക്കാത്ത കാര്യങ്ങൾ സാധിച്ചിട്ടുമില്ലേ? നമ്മുടെയൊക്കെ ജീവിതം നോക്കിയാൽ മതി. അപ്പോൾ ആരാ അതൊക്കെ നിശ്ചയിക്കുക? വായോരിവ ഘനാവലി. എങ്ങനെയാണോ മേഘങ്ങളെ കാറ്റ് നയിക്കുന്നത്, അതേപോലെ ഓരോ ജീവാത്മാക്കളെയും ഭഗവാനാണ് നയിക്കുക എന്നർത്ഥം. അപ്പോൾ ഭീഷ്മർക്കൊരു സമാധാനമുണ്ട്. അടുത്ത് തന്നെ ഭഗവാനുണ്ടല്ലോ. ഭഗവാൻ അടുത്തുണ്ട്. എന്നിട്ട് ഈ ദുഃഖം വരാൻ കാരണം എന്താ? എത്ര ധർമ്മസുതോ രാജ ഗതാവാണുരോധര. ധർമ്മപുത്രൻ രാജാവാണ്. ഗതാവാണിയായിട്ടുള്ള ഭീമസേനുണ്ട്. ഇവരൊക്കെ ഉണ്ടായിട്ടും കൃഷ്ണോ സ്ത്രീ ഗാണ്ഡീവം ചാപം അർജുനനുണ്ട്. ഇതുപോലെ ആരാ കൂട്ടുകാരൻ? സുഹൃത് കൃഷ്ണസ്തോ വിവൽ. കൃഷ്ണൻ കൂട്ടുകാരനുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും ആപത്ത് വന്നില്ലേ? അല്ലേ? എന്തെല്ലാം ഉണ്ട്. ഭഗവാൻ കൂട്ടുകാരനായിട്ട് എപ്പോഴും കൂടെയുണ്ട്. അതുപോലെ ഭീമസേനുണ്ട്, അർജുനനുണ്ട്, ധർമ്മപുത്രനുണ്ട്, മഹാപുരുഷന്മാരൊക്കെ ഉണ്ട്. പക്ഷേ എന്നിട്ടും ദുഃഖം വന്നില്ലേ? ഇപ്പം എന്താ മനസ്സിലാക്കേണ്ടത്? സർവം കാലകൃതം മന്യേ. നമ്മൾ സമാധാനിക്കുക. അല്ലേ? നമുക്കൊക്കെ ചിലപ്പോൾ തോന്നാറില്ലേ, ഞാൻ എത്രയോ ഭക്തിയോടുകൂടി ജീവിച്ചു, നാമം ജപിച്ചു, ഭാഗവതം വായിച്ചു, നാരായണീയം വായിച്ചു, എന്നിട്ടും എനിക്ക് കഷ്ടപ്പാട് വന്നല്ലോ, പറയാറില്ലേ? എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ? അല്ലേ? അപ്പോൾ ആലോചിച്ചാൽ മതി. സർവം കൃഷ്ണകൃതം മന്യേ. ഇതൊക്കെ ഭഗവാന്റെ സങ്കല്പം എന്നല്ലാതെ അത് മാറ്റാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെയൊക്കെ ഭീഷ്മർ സമാധാനിക്കുകയാണ്. അതുകൊണ്ട് നാക്ഷ്യസ്യ കർസരാജൻ പുമാൻ വേദവിരചിതം. ഇതാ മനസ്സിലാക്കേണ്ടത്. ഈശ്വരൻ്റെ സങ്കല്പം മനുഷ്യർക്ക് മനസ്സിലാവില്ല എന്നർത്ഥം. അല്ല, ഈശ്വരൻ സർവജ്ഞനാണ്, നമ്മളൊക്കെ അല്പജ്ഞന്മാരാണ്, നമ്മൾ അറിവ് കുറവാണ്. ഈശ്വരനെല്ലാം അറിയുന്ന ആളാണ്. അപ്പോൾ ഈശ്വരൻ നിശ്ചയിക്കുന്നേ നടക്കുള്ളൂ. അതുകൊണ്ട് തസ്മാദിത ദൈവതന്ത്രം, ഇത് മുഴുവൻ ഈശ്വര സങ്കല്പമാണെന്ന് ഭീഷ്മർ സമാധാനിക്കുകയാണ്. അപ്പോൾ ഭീഷ്മർ വിചാരിച്ചു, അസ്യാനുഭാവം ഭഗവാൻ വേദഗുഹ്യതമം ശിവ. ഭഗവാന്റെ അനുഭാവം, ഭഗവാന്റെ മഹത്വം 3 പേർക്ക് അറിയുള്ളൂ എന്നാണ്. ഒന്ന് ശിവൻ, മഹാദേവനറിയാം. ദേവർഷി നാരദനറിയാം. മൂന്നാമതോ ഭഗവാൻ കപിലവാസുദേവനറിയാം. ഭഗവാന്റെ മഹത്വം 3 പേർക്ക് അറിയുള്ളൂ എന്നാണ് ഭീഷ്മരും അറിയാം. അപ്പോൾ ആ ഭഗവാൻ നിശ്ചയിക്കുന്നേ നടക്കുള്ളൂ എന്നർത്ഥം. എം മന്യസേ, ആ ഭഗവാനെ നിങ്ങളാരായിട്ട് വിചാരിച്ചു? എം മന്യസേ മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം. കൂട്ടുകാരനായിട്ട് കൃഷ്ണനെ കിട്ടി. അർജുനൻ പറഞ്ഞില്ലേ ഗീതയിലെ, സഖേതി മത്വ പ്രസവം ജദുക്തം. ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖേ, എടാ കൂട്ടുകാരാ, എടാ കൃഷ്ണ എന്ന് വിളിച്ച് തോളിൽ കയറ്റി നടന്ന ആളില്ലേ? ആളാരാന്ന് മനസ്സിലായോ? അവിടുന്ന് സർവേശ്വരനാണ്. അകാരോ സജീവൻ ദൂതം. എന്തൊക്കെ ചെയ്തു? നിങ്ങൾക്ക് വേണ്ടി ദൂത് ചെയ്തു. സാരഥിയായി, പാർത്ഥൻ്റെ സാരഥിയായി. ഇതെല്ലാം ആരാന്നറിയോ? ഇതെല്ലാം അദ്വൈസ്യാനഹംകൃതേ, അദ്വൈനായ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനാണ് കൃഷ്ണൻ. ഭീഷ്മര് പാണ്ഡവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ കൂട്ടുകാരനായിട്ട് നടക്കുന്ന കൃഷ്ണനുണ്ടല്ലോ, അമ്മാവൻ്റെ മകൻ, സാധാരണ മനുഷ്യനൊന്നുമല്ല, സർവേശ്വരനായിട്ട് ഭഗവാനാണ് എന്ന് ഭീഷ്മരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണെന്ന് അർത്ഥം. ഇത് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട് അവർക്ക്, അല്ലേ? പല സന്ദർഭത്തിലും പാണ്ഡവന്മാർക്കിത് മനസ്സിലാവാത്തതല്ലോ. ഇപ്പോൾ ഒന്ന് ഓർപ്പിച്ചു. അതുകൊണ്ട് ഭഗവാനെ സംബന്ധിച്ചോ തഥാപി ഏകാന്ത ഭക്തേഷു പശ്യഭൂപാനുകമ്പിതം. ആരാണോ ഭഗവാനിൽ ഏകാന്ത ഭക്തിയുള്ളത് അവരോട് ഭഗവാൻ അനുകമ്പ ഉണ്ടാവും. ഏകാന്ത ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊന്നിനെ ആശ്രയിക്കാതെ ഭഗവാനെ തന്നെ ആശ്രയിക്കുക. എഴുത്തച്ഛൻ പാടിയില്ലേ, ഏകാന്ത ഭക്തി അകമേ ഉദിപ്പതിന്. ഏകാന്ത ഭക്തി എന്ന് പറഞ്ഞാൽ ഈശ്വരനോട് മാത്രം ആശ്രയഭാവം തോന്നുക, മറ്റൊന്നിനെ ആശ്രയിക്കാതെ ഭഗവാനിൽ പരിപൂർണമായിട്ടുള്ള ആശ്രയം. അതാണ് ഗീത അവസാനം, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അങ്ങേ അല്ലാതെ മറ്റാരെയും ആശ്രയിക്കില്ല എന്നുള്ള ധൈര്യം വരിക.
അങ്ങനെ ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് അവിടുന്ന് ഭഗവാൻ അനുകമ്പ കാണിക്കും. ഭൂപാനുകമ്പിതം. എന്തൊരു അനുകമ്പയാണ് കാണിക്കുക? മയ്യ ആവേശ്യ മനോയസ്മിൻ. ആരാണോ എന്നിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്നത്, അയാൾ എല്ലാ കർമ്മങ്ങളിൽ നിന്നും സംസാരത്തിൽ നിന്നും മോചനം നേടുന്നു പറഞ്ഞു. അതുകൊണ്ട് ഭഗവാൻ എന്ത് വേണം? ഇനി ഭീഷ്മർ സ്വന്തം കാര്യം പറയാം. ഇതൊരു മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞു, ഇനി സ്വന്തം കാര്യം പറയുകയാണ്. ഇനി എന്താണെന്നറിയാം വേണ്ടത്? സദേവദേവോ ഭഗവാൻ പ്രതീക്ഷതാം കളേബരം യാവതിദം ഹിനോമ്യഹം പ്രസന്ന ഹാസാരണലോചനോല്ലസന്മുഖാംബുജം ധ്യാനപദ ചതുർഭുജം. അവിടുന്ന് എന്ത് വേണം? സദേവദേവോ, ദേവൻ എന്നല്ല വിളിച്ചത്, ദേവദേവ അല്ലേ? ദേവന്മാർക്കും ദേവനായിട്ട് ഭഗവാനെ അവിടുന്ന് അടിയനോടൊരു കാര്യം കാണിക്കണേ. എന്താ കാര്യം എന്നറിയോ? ഭഗവാൻ പ്രതീക്ഷതാം, കുറച്ച് നേരം കാത്തു നിൽക്കണമെന്നർത്ഥം. അങ്ങനെയൊക്കെ ഭഗവാനോട് പറയാൻ ആർക്കാ അധികാരമുള്ളത് അല്ലേ? ഭഗവാന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുക എന്നല്ലാതെ നമുക്ക് വേണ്ടി ഭഗവാൻ കാത്തു നിൽക്കണമെന്ന് പറയാമോ? ഇവിടെ ഭീഷ്മർക്ക് ആ സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഭഗവാൻ പ്രതീക്ഷതാം. എത്ര കാലം? കളേബരം യാവതിദം ഹിനോമ്യഹം. ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കുന്നവരെയെന്ന്. ഇവിടെ രസം എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മളൊക്കെ പ്രാണനെ ഉപേക്ഷിച്ചെന്നാണ് പറയാറ്. ഇവിടെ അങ്ങനെയല്ല, പ്രാണൻ ശരീരത്തിന് ഉപേക്ഷിക്കുകയാണ്. കാരണം ഭീഷ്മരെ സംബന്ധിച്ച് ശരീരം ഇവർ ആവശ്യമില്ലാത്ത സാധനം. അപ്പോൾ അല്ലേ, ശരീരം കൊണ്ട് നേടേണ്ടതൊക്കെ നേടിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ ശരീരം ദുർബലമായി അവശമായിട്ട് കിടക്കുന്ന സമയമാണ്. ഇപ്പോൾ ശരീരം തന്നെ ഒരു പ്രാരാബ്ധമല്ലേ? എല്ലാവരുടെ അവസ്ഥ അങ്ങനെയല്ലേ? ഒരു പ്രായത്തിലൊക്കെ ശരീരം നമുക്ക് സന്തോഷം തരും, കുറേ കാലം കഴിയുമ്പോഴോ അതേ ശരീരം തന്നെ ദുഃഖവും തരും, ശരീരം പ്രാരാബ്ധവും. അതാണ് ഗീത പറഞ്ഞത്, വാസാംസി ജീർണാനി യഥാവിഹായ. വസ്ത്രം പഴയതായാൽ പിന്നെ വസ്ത്രം കളയല്ലാതെ നിർത്തിയില്ലല്ലോ. അതുകൊണ്ട് ഭീഷ്മർ പറയാണ്, കളയവരം ഈ ശരീരം യാവതിദം ഹിനോമ്യഹം. എങ്ങനെ ഭഗവാനെ കാണണം? പ്രസന്നഹാസാരുണ ലോചനോല്ലസന്മുഖാംബുജം. പുഞ്ചിരിക്കുന്ന തിരുമുഖത്തോടുകൂടി മന്ദഹാസം പൊഴിച്ചുകൊണ്ട് പീതാംബരധാരിയായി വനമാല അണിഞ്ഞ് പൊൻകിരീടം അണിഞ്ഞ് ശംഖചക്രാദികളുടെ ആയുധങ്ങളോട് കൂടിയിട്ട് അവിടുന്ന് അടിയൻ്റെ മുമ്പിൽ ദർശനം തന്ന് അനുഗ്രഹിക്കണം. പ്രസന്നഹാസാരുണ ലോചനോല്ലസന്മുഖാംബുജം ധ്യാനപദ ചതുർഭുജ. 4 കൈയോടുകൂടി കാണുന്ന അറിഞ്ഞ്. അവിടെ ഭഗവാൻ 2 കൈയിലേ ഉള്ളൂ. ഭീഷ്മർക്ക് മാത്രം ചതുർബാഹുവായിട്ട് ദർശനം കൊടുത്തു അത്രേ. അതുകൊണ്ടാണ് അവർ ചതുർഭുജ എന്ന് പ്രത്യേകം. ആ ശ്ലോകം നോക്കൂ, 24-ാമത്തെ ശ്ലോകം. ചതുർഭുജ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. 2 കൈയല്ല, ഭീഷ്മർക്ക് ദർശനം കൊടുക്കാൻ വേണ്ടി ചതുർബാഹുവായിട്ട് കാണപ്പെട്ടു അത്രേ. അപ്പോൾ ഭഗവാൻ പ്രതീക്ഷതാം, ഞാൻ ശരീരം ഉപേക്ഷിക്കാറായി. പിന്നെ ശരീരം ഉപേക്ഷിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഹിനോമ്യഹം എന്ന് വെച്ചാൽ ഞാൻ ഉപേക്ഷിക്കും. എപ്പോൾ? ഞാൻ വിചാരിക്കുമ്പോൾ. സാധാരണ നമ്മളൊക്കെ ശരീരം ഉപേക്ഷിക്കാൻ നമ്മൾ വിചാരിക്കുമ്പോഴാണോ? ആണോ? എന്താ ഇവിടെ ഭീഷ്മർക്ക് എന്താ? സ്വച്ഛന്ത വൃത്തിയാണ്. ഭീഷ്മർക്ക് എപ്പോൾ ശരീരം ഉപേക്ഷിക്കണമെന്ന് തോന്നണോ അപ്പോഴേ ശരീരം പോവുള്ളൂ. അപ്പോൾ അതിന് സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അതുവരെ അവിടുന്ന് കാത്തു നിൽക്കണം. എന്താ ഇപ്പോൾ കാത്തു നിൽക്കണമെന്ന കാര്യം? എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ കുറച്ചും കൂടി ചെയ്യാനുണ്ടെന്ന് അർത്ഥം. അത് കഴിയണവരെ കാത്തു നിൽക്കണം. നമ്മൾ കാലദൂതന്മാരുടെ കുറച്ച് നേരം കാത്തു നിൽക്കണം പറഞ്ഞാൽ കാത്തു നിൽക്കുമോ? ഇല്ല. ഭഗവാനോട് പറയാനുള്ള സ്വാതന്ത്ര്യം നോക്കും ഭീഷ്മരെ. പ്രതീക്ഷതാം, കാത്തു നിൽക്കണമെന്ന് പറയാണ്. കളയപരം യാവതിദം ഹിനോമ്യഹം. എങ്ങനെ കാണണം? പ്രസന്ന ഹാസാരുണ ലോചനോല്ലസന്മുഖാംബുജം ധ്യാനപദ ചതുർഭുജ. ഭീഷ്മരുടെ ഈ അവസ്ഥ കണ്ടപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ നേരെ ഭഗവാനെ നോക്കി. യുധിഷ്ഠിര, ധർമ്മപുത്ര, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചോളാൻ പറയും. അപ്പോൾ ധർമ്മപുത്ര മഹാരാജാവ് നോക്കുമ്പോൾ ഭീഷ്മര് അവസാന നിമിഷത്തിലേക്ക് എത്തുകയാണ്. ഇനി അധികകാലം ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. അധികം സമയം കിട്ടില്ല. അപ്പോൾ യുധിഷ്ഠിര ആകർണ്യ ശയാനം ശരപഞ്ചരത്തിൽ കിടക്കുന്ന ആ ഭീഷ്മപിതാവിനോട് ചോദിച്ചു. അപൃച്ഛദ്വിധാൻ ധർമാൻ, ധർമ്മങ്ങളെക്കുറിച്ച് ചോദിച്ചു എന്ന്. ഇത് ധർമ്മത്തിനെക്കുറിച്ച് ചോദിക്കാൻ പറ്റിയ സമയമാണോ? മരിക്കാൻ കിടക്കുന്ന ഒരാളോട് ധർമ്മം എന്താണെന്നൊക്കെ ചോദിക്കുക. അതാണ് ഭീഷ്മരുടെ പ്രത്യേകത. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒട്ടും വിഷമമില്ല. ശരശയിൽ കിടക്കുമ്പോഴും സമാധാനമായിട്ട് കിടക്കുകയാണ്. നമ്മൾ പട്ടുമത്തെ കിടന്നാലും സമാധാനമില്ലല്ലോ. അതാണ് കിടപ്പ് എവിടെയാണെന്നുള്ളതല്ല പ്രശ്നം, മനസ്സിന് സമാധാനം ഉണ്ടെന്നുള്ള പ്രശ്നം അല്ലേ. സമാധാനമുള്ള ഒരാൾക്ക് ശരശയും പട്ടുമേത്തയും ഒക്കെ ഒരുപോലെ ഉള്ളൂ. സമാധാനം ഇല്ലാത്ത ആൾക്കോ അതും അതുപോലെ തന്നെ അല്ലേ. അപ്പോൾ ഭീഷ്മർക്ക് മനസ്സിന് നല്ല സമാധാനമുണ്ട്. ആ സമയത്താണ് ചോദിച്ചത്. അല്ലെങ്കിൽ ചോദിക്കാൻ പറ്റുമോ? മരിക്കാൻ കിടക്കുന്ന ആളോട് ധർമ്മം എന്താണെന്നൊക്കെ ചോദിക്കുമോ? വിൽപ്പത്ര എഴുതിയിട്ടൊക്കെ ചോദിക്കാം അല്ലേ. ധർമ്മം ചോദിക്കുക ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ധർമ്മത്തിലേക്ക് ചോദിക്കണമെങ്കിലും ധർമ്മം പറയണമെങ്കിലും അല്ലേ, ധർമ്മം പറയണമെങ്കിലും അത്രയും മനസ്സാന്നിധ്യം വേണ്ടേ. ഇപ്പോൾ ഭീഷ്മരിപ്പോൾ ശരിക്കും പറഞ്ഞാൽ
യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം എന്നുള്ള അവസ്ഥയല്ലേ. ഇപ്പോൾ സുഖാസനത്തിലാണ് ഭീഷ്മർ. ആസനമാണ്. എന്താ ആസനം? ശരശയ്യ. ആലോചിച്ച് നോക്കാം. അപ്പോൾ ഭീഷ്മരുടെ മനസ്സിൻ്റെ ശക്തി കണ്ടോ. ദേവവ്രതൻ എന്നല്ലേ പേര് തന്നെ. ഭീഷ്മരോട് ചോദിച്ചു, അപൃച്ഛത് വിധാൻ ധർമാൻ, അനേകം ധർമ്മങ്ങളെക്കുറിച്ച് ചോദിച്ചു. അനേകം ധർമ്മം ചോദിച്ചു. പുരുഷ സ്വഭാവവിഹിതാൻ യഥാവർണ്ണം യഥാശ്രമം, വർണ്ണാശ്രമ ധർമ്മങ്ങളെക്കുറിച്ച് ചോദിച്ചു എന്നർത്ഥം. വർണ്ണം എന്ന് പറഞ്ഞാൽ അത് തോന്നു പോകും, അത് ലൂസാണത്. വർണ്ണങ്ങൾ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, 4 വർണ്ണങ്ങൾ. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, 4 ആശ്രമങ്ങൾ. വർണ്ണാശ്രമങ്ങളെക്കുറിച്ച് ചോദിച്ചു എന്നർത്ഥം. അതേപോലെ തന്നെ വൈരാഗ്യരാഗാദിഭ്യാം, വൈരാഗ്യത്തിൻ്റെ ലക്ഷണം, രാഗത്തിൻ്റെ ലക്ഷണം. രാഗം, വൈരാഗ്യം വിരുദ്ധങ്ങളാണ്. അതുപോലെ ദാനധർമ്മൻ, മോക്ഷധർമ്മൻ, രാജധർമ്മം, ധർമ്മങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചു. ഈ ധർമ്മങ്ങളെക്കുറിച്ചൊക്കെ ഭീഷ്മർ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് അവസാനം ചോദിച്ചു, ഈ ധർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ധർമ്മം ഏതാണ്? കോധർമ്മ സർവധർമ്മമാണ്, എല്ലാ ധർമ്മങ്ങളിലും ശ്രേഷ്ഠമായിട്ടുള്ള ധർമ്മം എന്താണെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഭീഷ്മപിതാമഹൻ സഹസ്രനാമം ഉപദേശിച്ചു കൊടുത്തു. ഭഗവാന്റെ 1000 നാമങ്ങൾ. നാമജപം കൊണ്ടാണ് പ്രത്യേകിച്ചും കലികാലത്ത് എല്ലാ ധർമ്മങ്ങളും സാധിക്കുക. അതുകൊണ്ടാണ് ഭാഗവതം തന്നെ പറയും, കൃതേയധ്യായതോ വിഷ്ണു ത്രേതായാം യജതോ മഹൈ ദ്വാപരേ പരിചര്യായാം കലോതത് ഹരികീർത്തനാൽ. ഓരോ യുഗത്തിലും ഓരോ ധർമ്മങ്ങളാണ്. നമ്മളിത് മനസ്സിലാക്കി വയ്ക്കണം. എന്താ വെച്ചാൽ ഏതാണ് ധർമ്മം ഏതാണ് അധർമ്മം എന്ന് സംശയം വരും. ഭാഗവതത്തിൻ്റെ 7ാമത്തെ സന്ധിയിൽ 5 വിധം അധർമ്മം വരുമെന്ന് പറയുന്നുണ്ട്. 5 വിധ അധർമ്മം വരും. ധർമാധർമ്മങ്ങൾ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ചിലപ്പോൾ നമുക്ക് ധർമ്മം ഏതാണ് അധർമ്മം എന്നറിയില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ കാണുന്ന ഒരു കാര്യം പറയാം. സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി നാമം ചൊല്ലുക എന്നൊരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഉണ്ടെന്ന് പറയണം. എന്നൊരു ധർമ്മം ഉണ്ട്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? പലവരും പാടിയ പാട്ട് വയ്ക്കും. പലവരും പാട്ട് വെച്ച് കഴിഞ്ഞാൽ നാമജപമാവും. അത് അമ്പലത്തിലൊക്കെ ഇങ്ങനെ കോളാമ്പി വെച്ചിങ്ങനെ വിളിച്ച് പറയും. അത് ജപമല്ല, അത് യാന്ത്രികമാണ്. അപ്പോൾ ധർമ്മം ചില സമയത്ത് ധർമ്മമാണെന്ന് വിചാരിച്ച് നമ്മൾ അധർമ്മം ചെയ്യും, അല്ലേ? ധർമ്മം എന്നാണ് വിചാരം, ചെയ്യുന്ന അധർമ്മമാവും. അങ്ങനെയുള്ള സമയത്ത് എന്താ അതിന് പരിഹാരമുണ്ട്? നാമസങ്കീർത്തനം. അതുകൊണ്ടാണ് കൃതയുഗത്തിൽ ധ്യാനം കൊണ്ടും ത്രേതായുഗത്തിൽ യാഗം കൊണ്ടും ദ്വാപരത്തിൽ പൂജ കൊണ്ടും ഉണ്ടാകുന്ന ഫലങ്ങളൊക്കെ നാമസങ്കീർത്തനം കൊണ്ട് സാധിക്കും. ശുക്രാചാര്യർ ബലിയുടെ യാഗശാലയിൽ വെച്ച് പറയുന്നുണ്ട്, മന്ത്രത തന്ത്രത ശിദ്രം ദേശകാലാർഹവസ്ഥത. എന്ത് ദോഷം വന്നാലും സർവം കരോതി നിശ്ചിദ്രം നാമസങ്കീർത്തനം തവ. എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമാണ് നാമസങ്കീർത്തനം. അത് ഭഗവാന്റെ ഏത് നാമം ജപിക്കണം? എല്ലാ നാമവും ഒരുപോലെയാണ്. ഒരു നാമത്തിനും ഭേദബുദ്ധിയില്ല. അനേകം നാമങ്ങളുള്ളതിൽ ഭീഷ്മപിതാമഹൻ 1000 നാമങ്ങൾ തിരഞ്ഞെടുത്തു. എന്നിട്ട് ആ നാമം കൊണ്ടൊരു മാല കെട്ടി ആ മാല ഭഗവാന്റെ കഴുത്തിൽ അർപ്പിച്ചു. അതാണ് സഹസ്രനാമം. ഭീഷ്മപിതാമഹൻ എഴുന്നേക്കാൻ വയ്യല്ലോ, കൈ അനക്കാൻ വയ്യ. അപ്പം മനസ്സുകൊണ്ടൊരു മാല കെട്ടി. ആ മാലയ്ക്കുള്ള പൂക്കൾ എന്താ? നാമങ്ങളാണ് പൂക്കൾ. അപ്പം അങ്ങനെ 1000 നാമങ്ങളെ കൊണ്ടൊരു മാല കെട്ടി ഭീഷ്മൻ ഭഗവാന്റെ കഴുത്തിൽ ചാർത്തിയതാണ് വിഷ്ണു സഹസ്രനാമം. അതാണ് സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യം. ഒന്നാമത് ഭഗവാനെ കണ്ടുകൊണ്ട് ജപിച്ചതല്ലേ. എവിടെയെങ്കിലും ഇരിക്കുന്ന ഭഗവാനല്ല, ഭഗവാനെ കൺമുമ്പിൽ കണ്ടുകൊണ്ടാണ് ഭീഷ്മരുടെ ജപം. ജപിക്കുന്ന ആരാ? ഭീഷ്മരാണ്, അല്ലേ? ദേവവ്രതനായിട്ടുള്ള ഭീഷ്മരാണ് ജപിക്കുന്ന ആൾ. അതിൽ ഓരോ നാമത്തിനും അനേക അർത്ഥങ്ങളുണ്ട്. ആചാര്യസ്വാമികൾ ബ്രഹ്മസൂത്രം, ഗീത, ഉപനിഷത്തുക്കൾ ഭാഷ എഴുതി. പിന്നെ ഭാഷ എഴുതിയത് സഹസ്രനാമത്തിനാണ്. അപ്പം അത്രയും പ്രാധാന്യമുണ്ട് സഹസ്രനാമം. ഇപ്പോൾ ഈ വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചു കൊടുത്തെന്ന് പറയുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഭീഷ്മപിതാമഹൻ്റെ
തൻ്റെ അവസാനത്തെ ശ്വാസം അടുക്കാൻ. അതാണ് തഥോപസംഹൃത്യ ഗിരസഹസ്രണി വിമുക്ത സംഘം വന ആദിപുരുഷേ. അപ്പോഴേക്ക് സമയം എന്തായി? ഉത്തരായണ കാലമായി. ഉത്തരായണത്തിനാണ് ഭീഷ്മർ ശരീരം രക്ഷിക്കാനുള്ളത്. അത് ഭീഷ്മരുടെ ഒരു സങ്കല്പമാണ്. കാരണം ഭീഷ്മർക്ക് എപ്പോൾ പോയാലും പ്രത്യേകിച്ചൊന്നുമില്ല. ഭീഷ്മരെ പോലെ ഒരാൾ ഉത്തരായണത്തിൽ മരിച്ചാൽ പ്രത്യേകിച്ച് വല്ലതുണ്ടോ? നമ്മളൊക്കെ ഒരു സങ്കല്പം എന്താണെന്ന് വെച്ചാൽ ഉത്തരായണത്തിൽ മരിച്ചാൽ മോക്ഷമാർഗവും ദക്ഷിണായനത്തിൽ മരിച്ചാൽ പുനർജന്മം ഉണ്ടാവുന്നതാണ്. അർത്ഥം മനസ്സിലാക്കിയാൽ ഉത്തരായണം എന്ന് പറഞ്ഞാൽ കാലം മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ഉത്തരായണത്തിൽ ദുഷ്ടന്മാർ മരിക്കാറില്ലേ? ഉത്തരായണത്തിൽ മരിക്കുന്ന ദുഷ്ടന്മാർക്കൊക്കെ മോക്ഷം കിട്ടുമോ? അങ്ങനെയല്ല. മേൽപ്പത്തൂർ പറയും ആ ഉത്തരായണ കാലത്തിൻ്റെ ദേവതകൾ നമ്മളെ സഹായിക്കുന്ന അർത്ഥം. ഭീഷ്മർക്ക് ഉത്തരായണ കാലമായപ്പോൾ തൻ്റെ കർമ്മങ്ങളൊക്കെ അവസാനിച്ചു. സ്വച്ഛന്തമൂർത്തിയായിട്ടുള്ള ഭീഷ്മർ തനിക്ക് കിട്ടിയ വരത്തിന് ഫലം ഉണ്ടാവണ്ടേ? അച്ഛൻ വരം കൊടുത്തു, ശന്തന് വരം കൊടുത്തിട്ടേ സ്വച്ഛന്തമൂർത്തിയാവട്ടെ എന്ന്. ആ വരം ഫലമാണെങ്കിൽ എന്ത് വേണം? വേണ്ട പോലെ ഉപയോഗിക്കണം. വേണ്ടാത്ത സമയത്ത് മരിക്കാൻ തോന്നിയാലോ? ഭീഷ്മർക്ക് വേണ്ടാത്ത സമയത്തല്ല, വേണ്ട സമയത്ത് മരിക്കാൻ തോന്നണ്ടേ? മാർക്കണ്ഡേയന് മഹാദേവന് ആയുസ് നീട്ടിക്കൊടുത്തു അല്ലേ? മാർക്കണ്ഡേയൻ തൻ്റെ ആയുസ് കൊണ്ട് എന്താ ചെയ്തത്? തപസ് ചെയ്തു. അപ്പോൾ മാർക്കണ്ഡേയന് ആയുസ് നീട്ടിക്കൊടുത്ത് സഫലമായില്ലേ? അതുപോലെ ശന്തന് വരം കൊടുത്ത് സഫലമാണെങ്കിലോ ഉത്തരായണ കാലമാവണം. ആണ് വാഞ്ചിതത്വ ഉത്തരായണ കാലമായ സമയത്ത് ഭീഷ്മരെ തൻ്റെ അവസാനത്തെ ശ്വാസം വലിക്കാൻ പുറപ്പെടുകയാണ്. അപ്പോൾ നോക്കി തഥാ ഉപസംഹൃത്യ ഗിരസഹസ്രണി. തൻ്റെ വാക്കുകളെ മുഴുവൻ ഉപസംഹൃത്യ നിയന്ത്രിച്ചു എന്നർത്ഥം. വാക്കുകളെ നിയന്ത്രിച്ചു. വിമുക്ത സംഘം മന ആദിപുരുഷേ. മനസ്സാണെങ്കിലോ ആദിപുരുഷനായിട്ടുള്ള ഭഗവാനിൽ ഉറപ്പിച്ചു. എങ്ങനെ ഉറപ്പിച്ചു? വിമുക്ത സംഘം, മറ്റ് വിഷയങ്ങളിൽ വിട്ടു എന്നർത്ഥം. നമ്മളുടെ മനസ്സ് എന്തുകൊണ്ടാണ് ഭഗവാൻ ഉറക്കാത്തത്? കേൾക്കുമ്പോൾ ഒക്കെ കേൾക്കണ്ടേ, കുറച്ച് കഴിഞ്ഞാലോ ഒക്കെ പോവും. എന്നുവെച്ചാൽ വിമുക്ത സംഘമല്ല, മറ്റ് ബന്ധം വിട്ടിട്ടില്ല അല്ലേ? മറ്റ് വിഷയങ്ങളിൽ മനസ്സ് കിടക്കുമ്പോൾ കേൾക്കുമ്പോൾ ഒക്കെ നമുക്ക് തലയാട്ടിയൊക്കെ കേൾക്കും. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും മനസ്സങ്ങടെ തന്നെ പോകും. കെട്ടഴിച്ചിട്ടില്ല എന്നർത്ഥം അല്ലേ? ഒരാളുടെ കഥ കേട്ടില്ലേ? ഒരാൾ കടത്ത് കിടക്കാൻ വേണ്ടി വഞ്ചിയിൽ കയറിയിരുന്ന് തന്നെത്താനെ തുഴഞ്ഞു. എത്ര തുഴഞ്ഞു ചക്കര എത്തണില്ല. അവസാനം നോക്കുമ്പോൾ എന്താണെന്നറിയോ? കെട്ടഴിച്ചിട്ടില്ല. കെട്ടഴിക്കാണ്ട് തുഴഞ്ഞ അക്കരയെത്തോ? നമ്മുടെയൊക്കെ തുഴയൽ അങ്ങനെയല്ലേ? എന്ത് കെട്ട അഴിച്ചിട്ടുള്ളത്? ഒരു കെട്ടും അഴിച്ചിട്ടില്ല. ദിവസം കെട്ട് മുറുകിക്കൊണ്ടിരിക്കുക. കെട്ടുമുറുക്കലുണ്ടോ? കെട്ട് മുറുകിക്കൊണ്ട് തുഴഞ്ഞാൽ എങ്ങനെ അക്കരയെത്തും? അപ്പോൾ മനസ്സ് ഈശ്വരൻ ഉറക്കണമെങ്കിൽ എന്ത് വേണം? വിമുക്ത സംഘം. ഇതാണ് പൂന്താനം പറഞ്ഞത്. കെട്ടുകളറ്റേ മുക്തി വരുമോ ദൃഢം. കെട്ടുകൾ മുറിഞ്ഞാലേ മുക്തി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഭീഷ്മർക്ക് ഇപ്പോൾ കെട്ടുകളൊക്കെ അറ്റില്ലേ? അതാണ് വിമുക്ത സംഘം. സംഘങ്ങളില്ലാതായി. മന ആദിപുരുഷേ. മനസ്സ് ആദിപുരുഷനായിട്ടുള്ള ഭഗവാനിൽ ലയിച്ചു. കൃഷ്ണേ രസൽ പീതവടേ ചതുർഭുജേ. ആരാ മുമ്പിൽ കാണുന്നത്? കൃഷ്ണേ പീതവടേ ചതുർഭുജേ. പീതാംബരധാരിയായി 4 തൃക്കൈകളോടുകൂടി തൻ്റെ മുമ്പിൽ പ്രകാശിക്കുന്ന ആ ഭഗവാന്റെ നേരെ അങ്ങനെ നോക്കിക്കൊണ്ട് വിശുദ്ധയാ ധാരണയാ, വിശുദ്ധമായിട്ടുള്ള മനസ്സോടുകൂടി, മാലിന്യങ്ങളില്ലാത്ത മനസ്സോടുകൂടി തദീക്ഷണൈവാശു കഥാവിധവ്യഥ. അതോടുകൂടി ഹതാശുഭ. ഭീഷ്മരുടെ അശുഭങ്ങളൊക്കെ തീർന്നു. എന്താ ഭീഷ്മർക്ക് അശുഭം? 2 അശുഭമുണ്ട് ഭീഷ്മർക്ക്. ഒന്നാമത്തെ, ഭീഷ്മർ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്ത സമയത്ത് തടഞ്ഞില്ല അല്ലേ? ശരിക്കും കാരണവരായിട്ടുള്ള ഭീഷ്മർ തടയേണ്ടതല്ലേ? ഭീഷ്മർ സാധാരണക്കാരനല്ല, പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും കാരണവരാണ്. അപ്പോൾ അനന്തരവന്മാരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ കാരണവർ തടയണ്ടേ? അപ്പോൾ ദുര്യോധനും ദുശാസനും കൂടി പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യാൻ പുറപ്പെട്ട സമയത്ത് ഭീഷ്മർ ചെറുവരിൽ വെക്കില്ല. അപ്പോൾ അവല്ലേ. പിന്നെ വേറെന്താണെന്ന് വെച്ചാൽ ഭീഷ്മർ അധർമ്മമാണെന്ന് അറിഞ്ഞിട്ടും ദുര്യോധൻ്റെ പക്ഷത്തല്ലേ നിന്നത് അല്ലേ? ദുര്യോധൻ്റെ ചോറല്ലേ ഉണ്ടത്. അശുഭമുണ്ട് ഭീഷ്മർക്ക്. അപ്പോൾ അതൊക്കെ തീർന്നു. ഭഗവാനെ കണ്ടപ്പോഴേക്കും വിശുദ്ധയാ ധാരണയാ ഹതാശുഭ തദീക്ഷണൈവാശു തദീക്ഷണൈവ. ഭഗവാനെ കണ്ടതോടുകൂടി ഭീഷ്മരുടെ എല്ലാ പാപങ്ങളും തീർന്നു. നിവൃത്ത സർവേന്ദ്രിയവൃത്തി ഭ്രമ. എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തനം കടക്കി ഭീഷ്മർ ഏകാഗ്രമായിട്ട് മനസ്സോടുകൂടി ഭഗവാനെ സ്തുതിച്ചു എന്ന് പറയുകയാണ്. 11 ശ്ലോകമാണ് ഭീഷ്മരുടെ സ്തുതി. അതിഗംഭീര സ്തുതിയാണ് ഭീഷ്മസ്തുതി. എത്ര പറഞ്ഞാലും അത് പൂർണ്ണമാക്കാൻ പറ്റില്ല. നമുക്കൊന്ന് ഓടിച്ചു നോക്കാം, അത്രേ ഉള്ളൂ. 11 ശ്ലോകം ഉണ്ടല്ലോ, ഓടിച്ചു നോക്കാം. അതിൽ ആദ്യത്തെ ശ്ലോകം ഇതിമതിരുപകൽപ്പിതാ വിതൃഷ്ണ ഭഗവതി സാത്വതപുങ്കവേ വിഭൂമിനി സ്വസുഖമുപഗതേ ക്വചിദ്വിഹർത്തും പ്രകൃതിമുപേയുഷിയൽഭവപ്രമാഹ. ഇതി മതിരു ഉപകൽപ്പിതാ വിതൃഷ്ണ. ഈ സാധാരണ
ഈ മരിക്കാൻ കിടക്കുമ്പോൾ ചില ദാനം ചെയ്യലൊക്കെ പതിവുണ്ട് അല്ലേ? ഭീഷ്മർക്ക് ഇപ്പോൾ എന്താ ദാനം ചെയ്യാൻ പറ്റുക? ഒന്നുമില്ല. ആകെയുള്ളത് ഒരു മനസ്സ് മാത്രമേ ഉള്ളൂ. ഈ മനസ്സ് ഭഗവാൻ തന്ന സമയത്ത് നല്ല ശുദ്ധമായിട്ട് മനസ്സായിരുന്നു. നമുക്കൊക്കെ അങ്ങനെയാണ്. നമ്മുടെ മനസ്സൊക്കെ സത്വഗുണത്തിൽ നിന്നാണ് മനസ്സുണ്ടായത്. അത് നമ്മുടെ മനസ്സും ശുദ്ധമായിരുന്നു. പക്ഷെ സംസാരത്തിൽ വന്നു കേട്ടപ്പോഴോ ആ മനസ്സ് അശുദ്ധമായി. തൃഷ്ണകൾ വന്നു. തൃഷ്ണ വന്നപ്പോൾ കൃഷ്ണനെ മറന്നു അല്ലേ? തൃഷ്ണ വന്നാൽ പിന്നെ കൃഷ്ണൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ തൃഷ്ണകളാണ് മനസ്സിനെ ഈശ്വരൻ അകറ്റുക. തൃഷ്ണ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അമിതമായിട്ടുള്ള ആഗ്രഹം. എത്ര കിട്ടിയാലും പോരാ. ശരിയല്ലേ? മതിയെന്ന് നമ്മുടെ ഭാഷയിൽ 2 വാക്കുണ്ടല്ലോ. മതി എന്നൊരു വാക്കുണ്ട്, പോരാ എന്നുള്ള വാക്കുണ്ട്. ഏത് വാക്കാണ് നമ്മൾ കൂടുതൽ പറയുക? മതി എന്നാണ്, പോരാന്നാണ്? പോരാ. അതുകൊണ്ട് എന്ത് പറ്റും? ഈ തൃഷ്ണ കൊണ്ട് ഈശ്വരനെ നമ്മൾ അകന്നു പോകും. അപ്പോൾ ഇവിടെ എന്ത് പറ്റി? തൃഷ്ണകളൊക്കെ പോയി. മനസ്സിലെ അശുദ്ധി മുഴുവൻ മാറി. ആ ശുദ്ധമാക്കിയ ഭഗവാൻ എങ്ങനെ ഒരു മനസ്സാണോ നമുക്ക് തന്നത്, അതേ ശുദ്ധിയോടുകൂടി ആ മനസ്സ് ഭഗവാനെ ദാനം ചെയ്തു. ഇതി മധുരകൽപ്പിതാവിതൃഷ്ണ ഭഗവതി സാത്വതപങ്കവേ വിഭൂമിനി. ഭഗവാനിപ്പോൾ മുമ്പിൽ കാണുന്ന ഭഗവാന്റെ സ്വരൂപം എന്താ? അവിടുന്ന് സത്വഗുണ പ്രധാനമായ ശാന്തനാനന്ദ സ്വരൂപനാണ്, വിഭൂതിയുള്ള ആളാണ്. പക്ഷെ അവിടുന്ന് പ്രകൃതി ഉപേക്ഷി, പ്രകൃതിയെ സ്വീകരിച്ചുകൊണ്ട് ഈ സംസാരത്തിലൊരു മനുഷ്യനെ പോലെ പെരുമാറി. സംസാരത്തിൽ വന്നാലോ ഭവപ്രവാഹ, ജനനം മരണം, സുഖം ദുഃഖം അല്ലേ, വിശപ്പ് ദാഹം, ഇങ്ങനെ അനേകം ദ്വന്ദ്ങ്ങളിൽ നടക്കുമെന്ന് പെടും. അതാണ് സംസാരം. അപ്പോൾ ഭഗവാൻ പ്രകൃതിയെ സ്വീകരിച്ച് വിഹർത്തും കളിക്കാൻ വേണ്ടി ഈ വേഷം കെട്ടിയെന്നർത്ഥം. ഈശ്വരന് ഈ വേഷം കെട്ടുന്ന ആവശ്യമുണ്ടാകും. ഈശ്വരന് മനുഷ്യരൂപത്തിൽ അവതരിച്ച് സുഖദുഃഖങ്ങൾ അനുഭവിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനാ വിഹർത്തും? ഒരു കളിക്ക് വേണ്ടി. ഭഗവതിൽ ഏകാദശിയിലൊരു ചോദ്യമുണ്ട്, എന്തിനാ ഭഗവാൻ ഇങ്ങനെ കളിച്ചത്? വലിയൊരു പ്രധാനപ്പെട്ട ചോദ്യം. എന്താണെന്ന് വെച്ചാൽ നമ്മളെന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മുടെ ലക്ഷ്യം സുഖം ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലേ? ദുഃഖം കിട്ടാൻ വേണ്ടി ആരും ഒന്നും ചെയ്യാറില്ലല്ലോ. ഇതിന് ഊണ് കഴിച്ച് കുറച്ച് ദുഃഖം കിട്ടാൻ, അങ്ങനെയാണോ? ഊണ് കഴിച്ച് സുഖം കിട്ടാനാ? എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മുടെ ലക്ഷ്യം സുഖമാണ്. ഈശ്വരന് സുഖം കിട്ടാൻ വേണ്ടി കർമ്മം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്താ? ഈശ്വരൻ്റെ സ്വരൂപം തന്നെ സുഖമല്ലേ അല്ലേ? പഞ്ചസാര ആരുടെയെങ്കിലും മധുരം കടന്നു ചോദിക്കാറുണ്ടോ? ഉണ്ടോ? കുറച്ച് മധുരം തരുമെന്ന് പഞ്ചസാര. ഭഗവാൻ തന്നെ സുഖസ്വരൂപനാകുമ്പോൾ ഭഗവാൻ എന്തിനാണ് കർമ്മം ചെയ്ത് സുഖം അനുഭവിക്കുക? ലീലയാജാപിയും ചേരൻ, കളിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ശരി. കുട്ടി കളിക്കുമ്പോഴും ആ കുട്ടിക്ക് ലക്ഷ്യമുണ്ട്, എന്താണെന്നറിയോ? സുഖം കിട്ടണം. അപ്പോൾ ഭഗവാൻ ഈ ലീല ആടിയത് സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഭഗവാന് സുഖം കിട്ടാൻ വേണ്ടി കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായോ? ചോദ്യം മനസ്സിലായോ? ഈശ്വരൻ കർമ്മം ചെയ്തത് സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അവിടെ തെറ്റെന്താണെന്ന് വെച്ചാൽ ഈശ്വരൻ തന്നെ സുഖസ്വരൂപനാണ്. അപ്പോൾ പിന്നെ കർമ്മം ചെയ്ത് സുഖം സമ്പാദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് ചോദ്യം. അത് ഭഗവാന്റെ ഒരു ലീല എന്ന് അതിന് പറയാൻ പറ്റും. എന്താണെന്ന് ഉത്തരവില്ല അതിന്. ചില കാര്യങ്ങൾക്കൊന്നും അന്വേഷിച്ച ഉത്തരം കിട്ടില്ല. ഉത്തരം കിട്ടോ? തെങ്ങാണോ നാളികേരാണോ ആദ്യം ഉണ്ടായതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഏതാ ആദ്യം ഉണ്ടായത്? തെങ്ങാണോ നാളികേരാണോ ആദ്യം ഉണ്ടായത്? ഉത്തരവില്ല. അതുപോലെ ഈശ്വരൻ ചെയ്ത കാര്യങ്ങൾക്ക് എല്ലാത്തിനും നമുക്ക് ഉത്തരം കിട്ടില്ല. അത് ഈശ്വരനെ അറിയുള്ളൂ. അപ്പോൾ അവിടുന്ന് സ്വസുഖം, തൻ്റെ സുഖം വിട്ടിട്ട് വിഹർത്തും, കളിക്കാൻ വേണ്ടി സ്വസുഖോപകതയെ ക്വചിത് വിഹർത്തും പ്രകൃതി ഉപേക്ഷി, മായയെ സ്വീകരിച്ചുകൊണ്ട് ഈ കളി മുഴുവൻ കളിച്ചതാണ്. അപ്പോൾ കൃഷ്ണാവതാരത്തിലെ കളി മുഴുവൻ അവിടുന്ന് കളിച്ച കളിയാണെന്നർത്ഥം. കൃഷ്ണാവതാരം മാത്രമല്ല, എല്ലാ അവതാരങ്ങളും ഒരു കളിയാണ്. അതിന് ലീല എന്ന് പറയും. ദ്വൈതത്തിൽ തന്നെ ദ്വൈതത്തിൽ ലീല എന്ന് പറയും, അദ്വൈതത്തിൽ മായ എന്ന് പറയും. അദ്വൈതികൾ മായ എന്ന് പറയും, ദ്വൈതികൾ ലീല എന്ന് പറയും. പിന്നെ ഭഗവാന്റെ രൂപമാണെങ്കിലോ അത്യാകർഷകമായിട്ട് രൂപം സ്വീകരിച്ചു. ത്രിഭുവന കമലം തമാലവർണം രവികരഗൗര അംബരം ദധാനേ വപു അളകാകുലാവൃതാനനാബ്ജം വിജയസഖേ രതിരസ്തുമേനവദ്യ. ഗുരുവായൂരപ്പ അവിടുന്ന് ത്രിഭുവന കമലം, 3 ലോകത്തിലേക്കും അതിസുന്ദരമായിട്ട് രൂപം സ്വീകരിച്ചു. സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം, അത്യത്ഭുതകരമായ രൂപം സ്വീകരിച്ചു. പിന്നെ തമാലവർണം, തമാലം വെച്ചാൽ കരയാമ്പൂവിൻ്റെ നിറം, തമാലവർണം രവികര ഗൗരവാംബരം ദധാനേ, ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ തിളങ്ങുന്ന മഞ്ഞ പട്ട് ധരിച്ച് വപു, മുഖത്ത് നോക്കിയാലോ ആ ഒരു താമരപ്പൂ പോലെ മനോഹരമാണ് ഭഗവാന്റെ മുഖം. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദം അല്ലേ? താമരപ്പൂ പോലെയാണ് ഭഗവാന്റെ മുഖം. പക്ഷേ ആ തിരുമുഖത്ത് കുറുനിരകളിങ്ങനെ പാറി കളിക്കുന്നുണ്ട്.
കണ്ട എന്തുപോലെയുണ്ട്? താമരപ്പൂവിൻ്റെ ചുറ്റും വണ്ടുകൾ പാറി നടക്കുന്ന പോലെ. രവികരഗൗരാംബരം ദധാനേ ബവു അളകാകുല ആവൃത ആനനാബ്ജം വിജയസഖേ. അർജുനൻ്റെ കൂട്ടുകാരാന്ന് വിളിക്കുകയാണ്. എൻ്റെ കൃഷ്ണ എന്നല്ല, അർജുനൻ്റെ കൂട്ടുകാരാന്ന്. കാരണം എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കാൻ എനിക്ക് അർഹതയില്ല, കാരണം ഞാൻ മറുപക്ഷത്തായിരുന്നു അല്ലേ. അപ്പോൾ എൻ്റെ പേരക്കുട്ടി പൗത്രനായിട്ടുള്ള അർജുനൻ്റെ കൂട്ടുകാരനല്ലേ, അതെനിക്ക് അഭിമാനമല്ലേ. ആണ് പാർത്ഥസഖേ രതിർമമാസു. രതിയാണ് പ്രാർത്ഥിച്ചത്. ശ്രദ്ധ, രതി, ഭക്തി. ആദ്യം ശ്രദ്ധ, രണ്ടാമത് രതി, മൂന്നാമത് ഭക്തി. വിജയസഖേ രതിർമമാസു. അവിടുന്ന് മഹാഭാരത യുദ്ധത്തിൽ പാർത്ഥൻ്റെ സാരഥിയായിട്ട് വന്നൊരു രംഗമുണ്ട്. സാധാരണ ഭഗവാൻ എവിടെ കണ്ടാലും പൂജിക്കേണ്ടതാണ്. ഈ സമയത്ത് എങ്ങനെയാണ്? യുധി തുരക രജോവിധൂമ്രവിശ്വ കജലുളിതശ്രമ വാരി അലങ്കൃതാസിയെ. മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ്റെ തേരാളിയായിട്ട് പാർത്ഥസാരഥിയായിട്ട് ഭഗവാൻ ഇരിക്കുന്ന സമയത്ത് ഭഗവാന്റെ തിരുമുഖത്ത് വേർപ്പങ്ങനെ പൊടിഞ്ഞിട്ടുണ്ട്. കുതിരയുടെ കുളമ്പിൽ നിന്ന് ഉയരുന്ന പൊടി പറ്റിയിട്ടുണ്ട്. തുരക വിധൂം. അതുപോലെ തന്നെ മുഖത്ത് കുറുനിരകൾ പറ്റി പറക്കുന്നുണ്ട്. വേർപ്പിൽ ഒട്ടിയ കുറുനിരകളുണ്ട്. അങ്ങനെയുള്ള കൊതലുൾ ദർശനമോ വാര്യ അലങ്കൃതാസിയെ. ആ സമയത്ത് ഭഗവാനെ നമസ്കരിക്കുകയല്ലേ വേണ്ടത്. പക്ഷെ ഞാൻ എന്താ ചെയ്ത്? മമ്മ നിശിത ശരീരവിദ്യമാന കൂർത്തുമൂർത്ത് അമ്പുകൾ അയച്ച് ഭഗവാനെ മുറിവേൽപ്പിക്കുകയല്ലേ ചെയ്തത് അല്ലേ. പക്ഷെ ഭീഷ്മരൊരു കാര്യമുണ്ട്. അമ്പ അയക്കുമ്പോഴും സഹസ്രനാമം ചോദിച്ചുകൊണ്ട് അമ്പ അയച്ചത്. വിശ്വസ്മി നമ, വിഷ്ണവേ നമ അല്ലേ. ഓരോ അമ്പ അയക്കുമ്പോഴും നാമം ചോദിച്ചുകൊണ്ട് അമ്പ അയക്കുക. നാമം ജപിച്ചുകൊണ്ട് അമ്പ അയച്ചാൽ അത് പൂജയല്ലേ. ജരാസന്ധൻ ഇടിക്കുന്ന സമയത്ത് ഇടിക്കുന്ന സമയത്ത് നാമം ചോദിച്ചുകൊണ്ട് ഇടിച്ചാലേ, നാമം ചോദിച്ചുകൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ അതും പൂജയല്ലേ. യദ്യൽ കർമ്മ കരോമി തത്തസകലം ശംഭോധ ആരാധനം. ഏത് കർമ്മം ചെയ്യുമ്പോഴും നാമം ജപിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ പൂജയായി. അപ്പോൾ ഭീഷ്മർ അമ്പ വയ്ക്കുമ്പോൾ നാമം ജപിച്ചുകൊണ്ട് അമ്പ വച്ചാലോ ആ പുഷ്പാഞ്ജലി ആയില്ലേ. ശരിക്കും ഭീഷ്മർ പുഷ്പാഞ്ജലി ചെയ്തതാണ്. അതുകൊണ്ട് എന്ത് പറ്റി? സ്തുതി വിലസൽ കവചസ്തു. ഭഗവാന്റെ മാരടത്തിലെ പടച്ചട്ടയ്ക്ക് മുറിവേൽപ്പിച്ചു എന്നർത്ഥം. തൻ്റെ അർജുനന് ആപത്ത് പറ്റാതിരിക്കാൻ വേണ്ടി ഭീഷ്മരുടെ ഓരോ ആ ശരങ്ങളും ഭഗവാൻ തന്നെ മാറിൽ ഏറ്റുവാങ്ങിയില്ലേ. ഭക്തനുള്ള വാത്സല്യം നോക്കും. ഭക്തരക്ഷയ്ക്ക് വേണ്ടി താൻ തന്നെ ത്യാഗം സഹിച്ചില്ലേ. അങ്ങനെയുള്ള ഭഗവാനിൽ കൃഷ്ണാത്മാ. അതുമാത്രമല്ല സപതി സഹിവശോ നിശമ്യ. മഹാഭാരതം തുടങ്ങുന്ന സമയത്ത് അർജുനൻ്റെ തേരാളിയായിട്ട് ഭഗവാൻ അർജുനെയും കൊണ്ട് പടക്കളത്തിൽ വന്നു. അപ്പോൾ അർജുനന് തോന്നി തന്നോട് യുദ്ധം ചെയ്യാമെന്ന ആളുകളെ ഒന്ന് കാണണം തോന്നി. അപ്പോൾ അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു, സേനയോ ഉഭയോർ മധ്യേ രഥസ്ഥാവയമേച്യുത. അച്യുത ഒരു വണ്ടിക്കാരനോട് പറയണ പോലെയാണ്, ഡ്രൈവറോട് പറയണ പോലെ. വണ്ടി അവിടെ കൊണ്ട് നിർത്തുമെന്ന് അല്ലേ. ആ ഓർഡറാണ്. ഭഗവാൻ തേരുകൊണ്ട് നിർത്തി എല്ലാവരെയും പരിചയപ്പെടുത്തി. ആ പരിചയപ്പെടുന്ന കൂട്ടത്തിലോ നിജ പരിയോർ ബലയോ രസന്നിവേശ്യ തിതപതി പരസൈനിക ആയുരക്ഷണ ആഹൃതവതി. ഭഗവാൻ ഓരോരുത്തരെ പരിചയപ്പെടുത്തിയത് ഭീഷ്മരാണ്, ദ്രോണരാണ്, ശല്യരാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ ഒരു നോട്ടം നോക്കാത്രേ. ആ നോട്ടത്തോടുകൂടി ആയുസ് എടുത്തു കഴിഞ്ഞു. ഭഗവാന് കടാക്ഷം കൊണ്ട് അനുഗ്രഹിക്കാനും പറ്റും, കടാക്ഷം കൊണ്ട് നിഗ്രഹിക്കാനും പറ്റും. കാളിന്തി തീരത്ത് ആ ഗോപന്മാരൊക്കെ വിഷജ്വാലയേറ്റ് മരിച്ച സമയത്തോ ഈക്ഷ ആമൃതവർഷിണ്യ അമൃത കടാക്ഷം കൊണ്ട് ജീവിപ്പിച്ചില്ലേ. ഇവിടെയോ കണ്ണുകൊണ്ട് നിഗ്രഹിച്ചു. ആയു അക്ഷണ ഹൃതപതി എന്നാണ് പറഞ്ഞത്. ആയുസിനെ ഹരിച്ചു അത്രേ, കണ്ണുകൊണ്ട് മോഷ്ടിച്ചു എന്ന്. പല മോഷണം കേട്ടിട്ടുണ്ട്, ഇങ്ങനൊരു മോഷണം കേട്ടില്ലേ. ഓ കണ്ണുകൊണ്ട് മോഷ്ടിക്കുക, കണ്ണുകൊണ്ട് മോഷ്ടിച്ചു. അങ്ങനെയുള്ള ഭഗവാൻ പാർത്ഥസഖേ രതിരസ്തുമേ. അവിടുത്തെ പാദത്തിൽ ഭക്തി ഉണ്ടാവണം. വ്യവഹിത പ്രതനാമുഖം നിരീക്ഷ. അർജുനന് യുദ്ധം ചെയ്യാൻ മടി തോന്നി. കാരണം തൻ്റെ ബന്ധുക്കളെ കൊല്ലണ്ടേ. ആ സമയത്താണ് സ്വജനവധാൽ വിമുഖസ്യ ദോഷബുദ്ധിയെ. തൻ്റെ ആളുകളെ കൊല്ലാൻ മടിച്ച് അർജുനൻ നിസ്സഹായനായി ഗാണ്ഡീവം സംസദേഹസ്ഥാൻ മുഖഞ്ച വരുതഖ്യതി. വില്ലുറക്കണില്ല, മുഖത്ത് വായിൽ വെള്ളം പറ്റി. അർജുനൻ തളർന്നിരുന്ന സമയത്ത് ഭഗവാൻ അർജുനന് ഗീതോപദേശം ചെയ്തില്ലേ. മേൽപ്പത്തൊരു നാരായണത്തിൽ ഒരര ശ്ലോകത്തിൽ ഗീത മുഴുവൻ ഒതുക്കി പറഞ്ഞു. കോവധ്യ കോത്രഹന്ത. ആര് കൊല്ലുന്നു, ആര് കൊല്ലപ്പെടുന്നു. പിന്നെ വധഭിയം പ്രോച്യം അയ്യർപ്പിതാത്മാ ധർമ്മ്യം യുദ്ധം ജരേൽ. ധർമ്മയുദ്ധം ചെയ്യാൻ പറഞ്ഞ് അർജുനെ പ്രോത്സാഹിപ്പിച്ച് അർജുനെ കർമ്മകുശലനാക്കി തീർത്ത ഭഗവാനെ അവിടുത്തെ നമസ്കരിക്കില്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടത് അല്ലേ. ഭീഷ്മർക്ക് നമസ്കരിക്കാനല്ലേ പറ്റുള്ളൂ. അതുമാത്രമല്ല സ്വനിഗമം അംഗഹായം അത്പ്രതിജ്ഞാമൃതം അധികർത്തും അവപ്ലുതോരഥസ്ഥ. അന്നൊരു സത്യം ഉണ്ടായി.
ഭീഷ്മര് സത്യം ചെയ്തു, നാളെ കൃഷ്ണനെ കൊണ്ട് ആയുധം എടുപ്പിക്കും. ഭഗവാന്റെ സത്യം എന്താ? മഹാഭാരത യുദ്ധത്തിൽ ആയുധം കൈകൊണ്ട് തൊടില്ല എന്നാണ് സത്യം. അപ്പോൾ ഭക്തൻ്റെ സത്യമുണ്ട്, ഭഗവാന്റെ സത്യമുണ്ട്. ഭക്തൻ്റെ സത്യം എന്താണെന്ന് വെച്ചാൽ കൃഷ്ണനെ കൊണ്ട് ആയുധം എടുപ്പിക്കും. ഭഗവാന്റെ സത്യം എന്താ? ആയുധം എടുക്കില്ല. ഇതിലേത് സത്യമാണ് ശരിയാവേണ്ടത്? ഭക്തൻ്റെ സത്യമാണോ ഭഗവാന്റെ സത്യമാണോ? ഭഗവാൻ തീരുമാനിച്ചു ഭക്തൻ്റെ സത്യം ശരിയാവണം. കാരണം എനിക്ക് ചീത്തപ്പേര് ധാരാളമുണ്ട് അല്ലേ. കൃഷ്ണനിപ്പോൾ ചീത്തപ്പേര് വേറെ കിട്ടാനൊന്നുമില്ലല്ലോ. ചോരാഗ്രഹണ്ടെന്നാണ്, കള്ളന്മാരിലെ ഒന്നാമത്തെ കള്ളൻ എന്നാണ് ഭഗവാൻ പറയുക. അപ്പോൾ കൃഷ്ണനിപ്പോൾ ചീത്തപ്പേര് കിട്ടിയാലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എൻ്റെ ഭക്തന് ചീത്തപ്പേരുണ്ടാവരുത്. അതുകൊണ്ട് എന്ത് ചെയ്തു? അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് ആ തേരിൽ നിങ്ങൾ എടുത്ത് ചാടി ധൃത ചരണയോഭ്യ എന്താ ചക്രായുധം എടുത്തുകൊണ്ട് അഭയാചൽ ചലർ ഗുരു ഭൂമിയെ വറപ്പിച്ചുകൊണ്ട് ഹരിവ ഒരു സിംഹം ആനയുടെ നേരെ വരണ പോലെയെന്ന്. ഭീഷ്മർ ആനയെ പോലെ, ഭഗവാൻ സിംഹം പോലെ. വലിപ്പം കൊണ്ട് സിംഹത്തിന് വലിപ്പം കുറവാണ്, ആനയ്ക്കാണ് വലിപ്പം കൂടുതലല്ലേ. പക്ഷേ ആന പേടിക്കുമോ സിംഹം പേടിക്കുമോ? ആന പേടിക്കുള്ളൂ അല്ലേ. ഭീഷ്മർക്ക് ഭയം തോന്നിയില്ല. ഭഗവാന്റെ വരവ് കണ്ടപ്പോൾ ഭീഷ്മർക്കൊന്ന് തൊഴാൻ തോന്നി. അപ്പോൾ നോക്കുമ്പോൾ ഭഗവാന്റെ ഉത്തരീയം കിടന്നാൽ ഭഗവാന്റെ മാരടം കാണാൻ പറ്റില്ല. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഗതോത്തരീയ, ഉത്തരീയം താഴെ പോയത് അറിഞ്ഞില്ല എന്ന്. ചാട്ടത്തിൻ്റെ ശക്തി കൊണ്ട് തോളിൽ കിടന്ന് രണ്ടാമുണ്ട് വീണുപോയി, തേർത്തട്ടിൽ വീണു. അതിന് വേറെ സൂചന എന്താണെന്നറിയോ? നമ്മളൊരു സ്ഥലത്ത് എണീറ്റ് പോകുമ്പോൾ മുണ്ടിട്ടിട്ട് എണീറ്റ് പോറില്ലേ, ഞാൻ ഇവിടെ വരുന്ന കാണിക്കാൻ. അതേപോലെ ഞാൻ തിരിച്ചു വരുന്ന കാണിക്കാൻ വേണ്ടി ഗതോത്തരീയ, ഇതെൻ്റെ തേരാണ്. കാരണം വിജയരഥ കുടുംബ, ഇത് വിജയൻ്റെ തേരെന്ന് പറഞ്ഞാൽ എൻ്റെ തേരാണ്. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് വേറെ ആരും ഇരിക്കേണ്ടി വരില്ല, ഞാൻ തന്നെ നയിച്ചോളാം എന്ന മട്ടിൽ ഗതോത്തരീയ, തന്നെ മാരടത്തിൽ പ്രകാശിക്കുന്ന ലക്ഷ്മി ദേവിയെയും കൂടി തൊഴുതോട്ടെ എന്ന് വിചാരിച്ച് ഗതോത്തരീയ, തൻ്റെ ഉത്തരീയ എന്ന് മാറിപ്പോയി. ഭീഷ്മർ നല്ലോണം ഒന്ന് തൊഴുതു. കാരണം സാധാരണഗതിയിൽ തന്നെ കൊല്ലാൻ വരുന്ന ഒരാളെ കാണുമ്പോൾ ഭയമല്ലേ തോന്നുക? ഭീഷ്മർക്ക് ഭയമല്ല തോന്നിയത്. തൻ്റെ മുമ്പിൽ വരുന്ന ഭഗവാനെ കണ്ടപ്പോൾ ഭീഷ്മർ തൊഴുകയാണ് ഗതോത്തരീയ. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഭഗവാൻ പ്രസവം അഭിസധാര മദ്വഥാർത്ഥം, എന്നെ കൊല്ലാൻ വരുന്ന ഭഗവാനോട് എനിക്ക് ഭക്തി ഉണ്ടാവണമെന്ന്. ആരെങ്കിലും എന്നെ കൊല്ലാൻ വരുന്ന കൊലപാതകയോട് ഭക്തി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുമോ? പക്ഷേ ഇവിടെ വന്ന ആളാരാ? ഭഗവാനാണ്. ഭഗവാന്റെ തൃക്കൈ കൊണ്ട് ശരീരം ഉപേക്ഷിക്കാൻ സാധിച്ചാൽ മുക്തിക്ക് അന്നേ കഴിഞ്ഞാൽ അല്ലേ, ഈ കിടപ്പൊന്നും വേണ്ടി വരില്ല എന്നർത്ഥം അല്ലേ. അതുകൊണ്ട് വിജയരഥ കുടുംബാത്തതോത്രേ, ആ വിജയരഥം അർജുനൻ്റെ നേരെ തൻ്റെ കുടുംബമായിട്ട് കണക്കായിക്കൊണ്ട് ആത്തതോത്രേ, കടിഞ്ഞാണും ചമ്മട്ടിയും പിടിച്ച് ധൃതഹരശ്വിനി തശ്രീയക്ഷണീയ, എന്തൊരു ഭംഗി ആ സമയത്ത് കാണാൻ, പാർത്ഥസാരഥിയായിട്ട് അല്ലേ. പാർത്ഥസാരഥി രൂപേണ ശ്രാവയത്വ ആ ശുഭാങ്കിരം, പാർത്ഥസാരഥിയായതുകൊണ്ട് അർജുനെ ഉപദേശിച്ച ആ ഭഗവാന്റെ പാദത്തിൽ ഭഗവതി രതിരസ്തുമേ മുമൂർഷോയമിഹ തിരീക്ഷ കഥാഹതസ്വരൂപം, അവിടുത്തെ സ്വരൂപത്തിൽ മനസ്സുറക്കണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും മനസ്സ് വേറെ സ്ഥലത്തേക്ക് പോയി. അവിടുന്ന് ഗോപിമാരുടെ മുമ്പിലോ അവിടുന്ന് പാർത്ഥസാരഥിയല്ല, അവിടുന്ന് കാമുകനാണ്. ഭഗവാനെ സംബന്ധിച്ച് ഏത് വേഷവും ചേരും അല്ലേ. കാമുകൻ്റെ വേഷവും ചേരും, പാർത്ഥസാരഥിയുടെ വേഷവും ചേരും. അപ്പോൾ ഭഗവാൻ അവിടെ ലളിതഗതി വിലാസ വൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാന, അവിടുന്ന് ലളിതഗത, അതിമനോഹരമായ നടത്തം, സംസാരം, അങ്ങനെ കാമുകഭാവത്തിൽ കണ്ട ഭഗവാൻ, ആ ഭഗവാനിൽ പ്രകൃതി മകൻ ഗിലയസ്യ കോപവധ്വ, ആ രംഗം. വേറെ രംഗം രാജസൂയയാഗത്തിൽ അഗ്രാസന പൂജ സ്വീകരിക്കുന്ന രംഗം. അവിടെ ആരാ? അവിടെ മഹാചക്രവർത്തിയായിട്ടുള്ള കൃഷ്ണൻ അല്ലേ. സകല ജനങ്ങളും പൂജിക്കുന്ന അഗ്രാസന പൂജ സ്വീകരിക്കുന്ന, എവിടെ മൂനിഗണ നിർവോര്യ സങ്കുല എന്താ സരസി യുധിഷ്ഠിര രാജസൂയേഷാം, യുധിഷ്ഠിര രാജസൂയയാഗത്തിൽ അഗ്രാസന പൂജ സ്വീകരിച്ച് വിളങ്ങുന്ന ഭഗവാൻ. ഭീഷ്മരുടെ മനസ്സ് പല ചിത്രങ്ങൾ കാണിച്ചു തരാണ്. ഒന്ന് പാർത്ഥസാരഥിയുടെ രൂപം, മറ്റൊന്ന് ഗോപിമാരുടെ കാമുകനായിട്ട കൃഷ്ണൻ്റെ രൂപം, മറ്റൊന്ന് രാജസൂയത്തിൽ അഗ്രാസന പൂജ സ്വീകരിച്ച ഭഗവാന്റെ രൂപം. ഏത് രൂപത്തിലാണ് മനസ്സുറക്കേണ്ടത്? ഏതിലും ഉറയ്ക്കാം. ഏതാണോ നമുക്കിഷ്ടം ആ രൂപത്തിൽ മനസ്സുറയ്ക്കാം. കാരണം എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടൊന്നും വരില്ലല്ലോ. ഭഗവാന്റെ ഏത് രൂപവും ധ്യാനിക്കാവുന്നതാണെന്ന് അർത്ഥം. അങ്ങനെയുള്ള ഭഗവാന്റെ പല രൂപങ്ങൾ ഭീഷ്മരുടെ മനസ്സിലങ്ങനെ തെളിഞ്ഞു വരികയാണ്. കാരണം ഭീഷ്മർ അന്ത്യശ്വാസം വലിക്കാൻ പോവല്ലേ, ഇപ്പോഴല്ലേ സ്മരിക്കാൻ പറ്റൂ. ജീവൻ ശരീരം വിട്ടുകഴിഞ്ഞാൽ പിന്നെ എന്ത് സ്മരിക്കാനാ അല്ലേ. അപ്പോൾ ശരീരമുള്ള സമയത്ത്, മനസ്സുള്ള സമയത്തല്ലേ സ്മരിക്കാൻ പറ്റുള്ളൂ. ഭീഷ്മരുടെ മനസ്സിൽ അനേകം ചിത്രങ്ങളതിന് വരികയാണ്. അവസാനം പറഞ്ഞു, എവിടെയാണ് ശരിക്കും അങ്ങേ സ്മരിക്കേണ്ടത്? ഈ രൂപത്തിലൊന്നുമല്ല. തമിമമഹം ശരീരഭാജാം
ഹൃദിധിഷ്ഠിതം ആത്മകൽപ്പിതാനാം. എവിടെയാണ് സ്മരിക്കേണ്ടത്? ഹൃദി ഈശ്വര സർവഭൂതാനാം. എവിടെയാ? ഹൃദ്ദേശേ. ഈ പുറമേ കാണുന്നതൊക്കെ നാമരൂപങ്ങളാണ്. യഥാർത്ഥത്തിൽ ഭഗവാന്റെ സ്വരൂപം എവിടെയുള്ളത്? ഹൃദ്ദേശേ. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ അഹം എന്നൊരു ബോധമല്ലേ? അഹം, ഈ ബോധം തന്നെയാണ് ഈശ്വരൻ. അല്ലാണ്ട് ഈശ്വരനെ നാമരൂപങ്ങളിൽ കാണുന്നത് നല്ലതാണ്. എന്തിന്? മനസ്സങ്ങോട്ട് ഉറയ്ക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, പുറമേ കാണുന്ന നാമങ്ങളോ പുറമേ കാണുന്ന രൂപങ്ങളോ മാത്രമല്ല ഈശ്വരൻ. അതൊരു ഉപാധി മാത്രമാണ്. ഉപാധിക്ക് അപ്പുറത്തുള്ള ഉപേയമായിട്ടുള്ള വസ്തു നമ്മുടെ ഉള്ളിലുള്ള ബോധമല്ലേ? അല്ലേ? ആ ബോധമാണ് ഈശ്വരൻ. ഹൃദിധിഷ്ഠിതം. എല്ലാ ഹൃദയങ്ങളിലും. ആർക്കാ ഇല്ലാത്തത്? ഞാൻ എന്നുള്ള ബോധം ആർക്കാ ഇല്ലാത്തത്? ആലോചിച്ച് നോക്കാം. ഒരു പൂച്ചയ്ക്കുണ്ട് ഞാൻ എന്നുള്ള ബോധം. ഒരു ഉറുമ്പിനല്ലേ ഞാൻ എന്നുള്ള ബോധം? ആനയ്ക്കില്ലേ ഞാൻ എന്നുള്ള ബോധം? അല്ലേ? ഇത് തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടാവും? ആനയുടെ ഉള്ളിലുള്ള ഞാനും ഉറുമ്പിൻ്റെ ഉള്ളിലുള്ള ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? ഉറുമ്പിൻ്റെ ഉള്ളിൽ ചെറിയ ഞാൻ, ആനയുടെ ഉള്ളിലോ വലിയാണെന്ന് പറയണം തോന്നി, പക്ഷെ ശരിയല്ലാന്ന് തോന്നിയില്ലേ? വലിയ ഞാനും ചെറിയ ഞാനും ഇല്ല, എല്ലാവരും ഒരു ഞാനേ ഉള്ളൂ. അപ്പോൾ ഹൃദിധിഷ്ഠിതം. അഗ്നി ഉദാഹരണം പറയും. അഗ്നി ഒരു വിളക്ക് കത്തുമ്പോൾ മുല്ലമോട്ട് പോലെ ഇരിക്കും, കാട്ടുതീ കത്തുമ്പോഴോ വലുതായിരിക്കും. അഗ്നി ഒന്നല്ലേ? അതേപോലെ ശരീരങ്ങൾ ഏതായാലും ശരി, എല്ലാ ശരീരത്തിലിരിക്കുന്നത് ഹൃദിധിഷ്ഠിതം ആത്മകൽപ്പിതാനം പ്രതിദിശമിവ നൈകതാർക്കമേകം. ഓരോ കണ്ണുകളിലും സൂര്യനെ കാണാം. അപ്പോൾ 10 പേര് സൂര്യനെ നോക്കിക്കഴിഞ്ഞാൽ 20 കണ്ണുണ്ടാവും. 20 കണ്ണിലും സൂര്യനെ കാണാം. സൂര്യൻ ഒന്നല്ലേ ഉള്ളൂ, അല്ലേ? ഒരു 10 കണ്ണാടി വെച്ചാൽ 10 കണ്ണാടിയിലും പ്രതിബിംബം കാണാം, പക്ഷെ ബിംബം ഒന്നല്ലേ ഉള്ളൂ. അതേപോലെ ഒരേ ഒരു ഈശ്വരൻ ഹൃദിധിഷ്ഠിതം ആത്മകൽപ്പിതാനാം. ഓരോരോ ഹൃദയങ്ങളിലും പ്രകാശിക്കുന്ന ആ സർവേശ്വരനെയാണ് നമസ്കരിച്ചത് അവസാനം. ഇപ്പോൾ സഗുണഭാവത്തിൽ തുടങ്ങിയിട്ട് നിർഗുണഭാവത്തിൽ അവസാനിച്ചില്ലേ? ആ ഭഗവാനിൽ വിധൂത ഭേദങ്ങളില്ലാതെ, വ്യത്യാസമില്ലാതെ സകല ചരാചരങ്ങളും ഈശ്വരനെ നമസ്കരിക്കുകയാണ് ഭീഷ്മരൻ. അങ്ങനെ കൃഷ്ണയേവം ഭഗവതി മനോവാക്, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ദൃഷ്ടി കൊണ്ടും മനസ്സിങ്ങനെ ഭഗവാൻ ഉറപ്പിച്ചുകൊണ്ട് ആത്മന്യാത്മാനമാവേശ്യ സ്വന്തശ്വാസോപാരമൽ. ഭീഷ്മരെങ്ങനെയാണ് അവസാനം? ആത്മാനമാവേശ്യ. പുറത്തുള്ള ഈശ്വരനല്ല മനസ്സുറപ്പിച്ചത്, ആത്മനി തന്നിൽ തന്നെയുള്ള ഈശ്വരനെ അർപ്പിച്ചു എന്ന്. ഇത് ഇങ്ങനൊരു മുക്തി ഭീഷ്മർക്കല്ലാതെ വേറെ ആർക്കുമില്ല. ഭാഗവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭീഷ്മരെ പോലൊരു മുക്തി വേറെ ഇല്ല. ഒരു പ്രത്യേക മുക്തിയാണ്. ആത്മാനമാവേശ്യ. തൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഭഗവത് സ്വരൂപത്തിലേക്ക് തൻ്റെ ജീവനെ ലയിപ്പിച്ചു എന്നർത്ഥം. നമ്മളങ്ങനെയാണ് ചെയ്യുക. തൊഴാൻ പോകുമ്പോൾ, അമ്പലത്തിൽ തൊഴാൻ നിൽക്കുമ്പോൾ ആദ്യം കണ്ണ് തുറന്ന് ഭഗവാന്റെ രൂപം കാണും. അത് കഴിഞ്ഞാലോ കണ്ണടച്ച് ഭഗവാന്റെ രൂപം കാണും, ഇല്ലേ? ഗുരുവായൂർ തൊഴാൻ പോകുമ്പോൾ 2 മണിക്കൂർ യാത്രയൊക്കെ ചെയ്ത് ഇടിപിടിച്ച് ഗുരുവായൂരിന് മുമ്പിൽ ചെന്ന് ആ ശ്രീകോവിലിൻ്റെ മുമ്പിൽ ചെന്ന് കണ്ണടയ്ക്കും. അതിവിടെ കുറുപ്പന്തരുന്ന് കണ്ണടച്ചാൽ പോരെ? ഇതവിടെ പോയി കണ്ണടച്ചത് എന്നാ? ഹൃദിധിഷ്ഠിതം എൻ്റെ ഉള്ളിലാണെന്ന് എനിക്കറിയാം. ഒരു കൊച്ചുകുട്ടി പോലും അതെ. കൊച്ചുകുട്ടിയെ തൊഴാൻ പറഞ്ഞാൽ കണ്ണടയ്ക്കണുണ്ടല്ലോ. ഹൃദിധിഷ്ഠിതം. ആ തൻ്റെ സ്വരൂപത്തിലേക്ക് തന്നെ ലയിപ്പിച്ചു. അതായത് ജീവഭാവത്തിനെ ബ്രഹ്മഭാവത്തിലേക്ക് ലയിപ്പിച്ചു എന്നർത്ഥം. ആത്മാനം ആവേശ്യ സ്വ അന്തശ്വാസോപാരമൽ. അവസാനത്തെ ശ്വാസം വലിച്ച് ഭീഷ്മര് ഭഗവാന്റെ പാദത്തിൽ അല്ലെങ്കിൽ ഭഗവത് സ്വരൂപത്തിലേക്ക് ലയിച്ചു. അത് പുറത്തുള്ള ഭഗവാനല്ല, ഉള്ളിലുള്ള ആത്മസ്വരൂപത്തിലേക്ക് ലയിച്ചു എന്നർത്ഥം. ഇതാണ് ഉത്തരായണത്തിലെ മുക്തി. ശ്രേഷ്ഠമായിട്ടുള്ള ജീവത്യാഗം എന്ന് പറഞ്ഞാൽ ഇതാണ്. തൻ്റെ സ്വരൂപത്തിലേക്ക് തന്നെ മടങ്ങുക. ജീവഭാവം വിട്ട് ബ്രഹ്മഭാവത്തിലേക്ക് ആയിത്തീരുക. ബ്രഹ്മജ്ഞാനം കിട്ടലൊന്നുമല്ല, അങ്ങനെ ധരിക്കേണ്ട. ബ്രഹ്മത്തിനെ കിട്ടുക, ഈശ്വരനെ കിട്ടുക എന്നൊക്കെ നമ്മൾ പറയും. കിട്ടേണ്ട വസ്തുവല്ല. കിട്ടുന്നതാണെങ്കിൽ നഷ്ടപ്പെടില്ലേ? ഈശ്വരൻ കിട്ടേണ്ട സാധനമാണെങ്കിൽ കിട്ടുന്ന സാധനമൊക്കെ നഷ്ടപ്പെടും. ഈശ്വരൻ കിട്ടേണ്ട സാധനമല്ല, ഈശ്വരൻ നമ്മളിൽ ഉള്ളതല്ലേ. സിദ്ധസ്യ സിദ്ധി. ഉള്ളതിനെ അറിയലാണ്. അപ്പോൾ ഞാൻ ജീവനല്ല ബ്രഹ്മമാണെന്ന് അറിയലാണ് ആത്മാനമാവേശ്യ. അല്ലാണ്ട് പുതുതായിട്ടൊന്നും കിട്ടുകയല്ല. ആത്മാവിനെ കിട്ടുക, മോക്ഷം കിട്ടുക എന്നൊക്കെ പറയും. കിട്ടേണ്ട അവസ്ഥയല്ലല്ലോ. ആത്മാനമാവേശ്യ സ്വ അന്തശ്വാസോപാരമൽ. അവസാനത്തെ ശ്വാസം വലിച്ച് അതോടുകൂടി എന്തായി? സമ്പദ്ധിമാനമാജ്ഞായ ഭീഷ്മരെത്തി ഭീഷ്മം ബ്രഹ്മണി നിഷ്കളമായ നിർഗുണമായ അഹം ബ്രഹ്മ പരംധാമ ബ്രഹ്മാഹം പരമം പതെന്നുള്ള അവസ്ഥയിലേക്ക് ഭീഷ്മരായിത്തീർന്നു. ഒരു പരിവർത്തനമാണ്. പരിവർത്തനം എന്ന് പറഞ്ഞാലോ
ഞാൻ ജീവനാണെന്ന് വിചാരിക്കുന്ന ആൾ ഞാൻ ജീവനല്ല ബ്രഹ്മമാണെന്ന് തിരിച്ചറിഞ്ഞു. ഒരറിവാണ്. ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ കിട്ടലല്ല, അത് തെറ്റിദ്ധരിക്കരുത്. മോക്ഷം കിട്ടുക, ബ്രഹ്മജ്ഞാനം കിട്ടുക, ഈശ്വരനെ കിട്ടുക, ഈശ്വരനിലേക്ക് എത്തുക. കേട്ടാത്തൊന്നും പ്ലെയിൻ പിടിച്ച് പോകണം ഈശ്വരനിലേക്ക് എത്താൻ. ഈശ്വരനിലേക്ക് എത്തേണ്ട ആവശ്യമുണ്ടോ? ഹൃദയ ധിഷ്ഠിതം, ഉള്ളിലില്ലേ, അറിയുന്നില്ല എന്ന് മാത്രം. അത് അറിയുമ്പോഴാണ് ആ അവസ്ഥയ്ക്കാണ് മോക്ഷം എന്ന് പറയുക. അല്ലാണ്ട് കിട്ടലല്ല, മോക്ഷം കിട്ടലല്ല, മോക്ഷാവസ്ഥയിലേക്ക് എത്തലാണ്, സ്വരൂപജ്ഞാനം ഉണ്ടാവലാണ്. അതോടുകൂടി ഭീഷ്മർ സർവേ ബഭൂസ്തേ തൂഷ്ണീം വയാംസീവ ദിനാത്തേ. എന്തായി? എല്ലാ ആളുകളും നിശബ്ദരായിട്ട് ഭീഷ്മരുടെ അന്തിരംഗം ഇങ്ങനെ നോക്കി നിന്നു. വയാംസീവ ദിനാത്തേ എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയത്ത് പക്ഷികളിങ്ങനെ അടങ്ങിയിരിക്കുന്ന പോലെയെന്ന്. എന്തൊരു ഉദാഹരണം നോക്കും അല്ലേ? സന്ധ്യാസമയത്ത് പക്ഷികളൊക്കെ ചിറകൊതുക്കി ഇങ്ങനെ ഒതുങ്ങിയിരിക്കില്ലേ? അതേപോലെ ഭീഷ്മരുടെ ജീവിതാന്ത്യത്തിൽ, ഭീഷ്മരുടെ ജീവിതത്തിൻ്റെ സന്ധ്യാസമയത്ത് സകല ആളുകളും വയാംസീവ ദിനാത്തേ, സന്ധ്യാസമയത്ത് പക്ഷികൾ അടങ്ങിയിരിക്കുന്നത് പോലെ പാണ്ഡവരും ഭഗവാനടക്കം സർവേ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാനും വിട്ടില്ലേ? ഭഗവാൻ ഉൾപ്പെടെയാണ്. സർവേ ബഭൂവസ്തൂഷ്ണീം തേ തൂഷ്ണീം വയാംസീവ ദിനാത്തേ. ആ സമയത്ത് തുഷ്ടൂർ മുനിയോ, ജനങ്ങൾ മഹർഷിമാർ സ്തുതിച്ചു, ദേവന്മാർ ദുന്ദുഘോഷം മുഴക്കി, പുഷ്പവൃഷ്ടി ഉണ്ടായി. അങ്ങനെ ഭീഷ്മരുടെ ആ അന്ത്യരംഗം കണ്ട ധർമ്മപുത്രൻ തതോ യുധിഷ്ഠിരോ ഗത്വ സഹർഷ്ണോ ഗജാഹുയം. യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാനോടുകൂടി തിരിച്ച് ഗജാഹുയത്തിലേക്ക് പോയി, ഹസ്തിനാപുരത്തിലേക്ക് പോയി. അവിടെ ചെന്ന് ഗാന്ധാരിയുമൊക്കെ സമാധാനിപ്പിച്ചു. അങ്ങനെ ഭീഷ്മർ തൻ്റെ ജീവിതം ധന്യമാക്കി തീർത്തു എന്ന് പറയുകയാണ്. ഇതാണ് ധന്യത. ഒരു മനുഷ്യ ജീവിതത്തിൽ 4 കാര്യങ്ങളാണ് നേടേണ്ടതെന്ന് പറയും. ശൈശവ അഭ്യസ്ത വിദ്യാനം, കുട്ടിക്കാലത്ത് വിദ്യ സമ്പാദിക്കണം, അറിവുണ്ടാക്കണം. യൗവനെ വിഷയേഷണം, യൗവനത്തിലോ കുടുംബജീവിതം വേണ്ട പോലെ നയിക്കണം. വാർദ്ധക്യത്തിലോ വർദ്ധകയ മുനിവൃത്തീനാം, മൗനം സ്വീകരിച്ച് മനനം ചെയ്യണം, ജീവിത ലക്ഷ്യം അറിയണം. അവസാനം യോഗേനാന്തേ തനിത്യജ, യോഗശക്തി കൊണ്ട് ശരീരം ഉപേക്ഷിക്കണം. ഇങ്ങനെ വന്നാൽ ജീവിതം ധന്യമാവും. ഇത് കാളിദാസൻ പറയണം കേട്ടോ, കാളിദാസൻ പറഞ്ഞതാണ്. ശൈശവ അഭ്യസ്ത വിദ്യാനാം യൗവനെ വിഷയേഷിണാം വർദ്ധകയ മുനിവൃത്തീനാം യോഗേനാന്തേ തനിത്യജ. അവസാന നിമിഷത്തിൽ യോഗം. എന്താ യോഗം എന്ന് പറഞ്ഞാൽ? യോഗം എന്ന് വെച്ചാൽ കൂടിച്ചേരുക എന്നർത്ഥം. ആരോട് കൂടിച്ചേരുക? തൻ്റെ സ്വരൂപത്തിനോട് കൂടിച്ചേരുക. അപ്പോൾ ഭീഷ്മരെ ഒരു മാതൃകാ ജീവിതം നയിച്ച ആളല്ലേ. അദ്ദേഹം ഗൃഹസ്ഥനായില്ല. ഗൃഹസ്ഥനാവാതെ തന്നെ ആ ഗൃഹസ്ഥ ജീവിതത്തിൽ പ്രാരാബ്ധം മുഴുവൻ അനുഭവിക്കുകയും ചെയ്തു. പ്രാരാബ്ധം അനുഭവിക്കാൻ കല്യാണം കഴിക്കണമെന്നില്ല, കല്യാണം കഴിച്ചില്ലെങ്കിലും പ്രാരാബ്ധം ഉണ്ടാവും അല്ലേ. ഭീഷ്മർക്ക് പ്രാരാബ്ധമേ ഉള്ളൂ, പക്ഷെ കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ. ഏതായാലും ഭീഷ്മരുടെ ആ മുക്തി ഒരു മാതൃകയാണ്. ഇതുപോലൊരു മുക്തി വേറെ എങ്ങുമില്ല. ഭാഗവത്തിൽ ഇങ്ങനെ മുക്തി വേറെ പറയണില്ല. അപ്പോൾ ഭീഷ്മസ്തുതി അത് ചില ഭാഗങ്ങളൊന്നും സ്മരിക്കാൻ സാധിച്ചുള്ളൂ, മുഴുവൻ സ്മരിക്കാൻ സമയമില്ല. അപ്പം തന്നെ സമയമായി. അപ്പം നിർത്താം, പിന്നെ എപ്പോഴെങ്കിലും പറയാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം നമോ നാരായണായ. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. അഖില ഭാരത ശ്രീമദ് ഭാഗവത അമൃതസത്രം സദർവേദിയിൽ നമ്മെ അനുഗ്രഹിച്ച